നമുക്ക് ഈ ക്രിമിനൽസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരും മുഖം വരുന്നത്? ക്രിമിനൽ എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് നാട്ടിലുള്ള ക്രിമിനൽസ് ഫസ്റ്റ് വരുന്ന പേരുകൾ എന്ന് പറയുന്നത് വീരപ്പൻ, പൂരൻ ദേവി, ലേറ്റസ്റ്റ് നമ്മുടെ ജോളി, റിപ്പർ ചന്ദ്രൻ, പിന്നെ എന്താ പറയുക പോയി കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം, കരീം ലാല, മുതലിയാർ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ ഹെൽത്ത് ഡോക്ടർ പക്ഷെ അതൊക്കെ ഉണ്ട്. പക്ഷെ പക്ഷെ ഇങ്ങനെ കാട്ടുകള്ളൻ വീരപ്പൻ എന്ന് പറഞ്ഞപ്പോ അതൊരു ഒരു മെറ്റീരിയൽ ഒരു കോമഡി ഇതാക്കിയ പോലെ ആയിപ്പോയി. അങ്ങനല്ല അല്ല, ഞാൻ അയാളെ പിന്നെ എന്താ പറയുക ഒരു സ്റ്റാർട്ടർ കൊടുക്കുന്നല്ല, അയാളത് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷെ വീരപ്പൻ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ ഞാൻ എവിടെ കണ്ട സംഭവം എന്ന് വെച്ചാല് 97 പോലീസുകാരെ കൊന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആരാങ്ങനെ ചെയ്യുന്നു, വേൾഡ് ചെയ്യുന്ന ആൾക്കാരില്ല. 97 പോലീസുകാരെ കൊന്ന മനുഷ്യനാണ്. 187 സിവിലിയൻസിനെ കൊന്നിട്ടുണ്ടായിരുന്നു. 900 ആനകളെ കൊന്നിട്ട് അതിന്റെ കൊമ്പെടുത്ത മനുഷ്യനാണ്. എത്ര ഹെക്ടർ കണക്കിന് ചന്ദനം കടത്തിയ മനുഷ്യൻ. 3 സംസ്ഥാനങ്ങളും കൂടെ 732 കോടി രൂപ മുടക്കിയിട്ടുണ്ട് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു കറക്റ്റ് ഇത് പറഞ്ഞാല് നമ്മുടെ ഒസാമ ബിൻ ലാദൻ അയാളെ പിടിക്കുന്നത് 10 കൊല്ലം കൊണ്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. നമ്മള് വീരപ്പനെ പിടിക്കുക 20 കൊല്ലം എടുത്തിട്ടുണ്ട്. 24 ഓക്കെ, 4 കൊല്ലം, 24 years. ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക് സംഭവം. അതും ആ കാട്ടിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു ഇട്ടാവട്ടെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ആ പരിമിതമായ ഏതാ കാലം ആ സമയത്ത്. പക്ഷെ എന്നാലും ആ ഒരു ഇത് വെച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് ഈ ഗവൺമെന്റും അതേപോലെ മന്ത്രിമാരും അവരവരൊക്കെ ഇയാളെ യൂസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാം, അയാള് ശരിക്കും അയാളുടെ പേര് കൂസു മുനുസ്വാമി എന്നാണ്. ഈ വീരപ്പൻ എന്ന് പറയുന്നത് അയാൾ ഒരു ഗ്രേറ്റ്നെസ്സിന് അവരെ ഇതിൽ ഒരു വന്ന പേരായിരുന്നു. പണ്ടേ ഭയങ്കര ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു കൂസു മുനുസ്വാമി അല്ലേ? കൂസു മുനുസ്വാമി. അപ്പോ സത്യമംഗലം കാട്ടിൽ അപ്പൊ ഇയാള് പണ്ടേ ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. ഈ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന ഈ കുരങ്ങന്മാരുണ്ടല്ലോ, ഇതിനെ വെടിവെച്ചിട്ടില്ലായിരുന്നു മൂപ്പരെ. ഭയങ്കര ഒരു ആയാസം ആ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്രേറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇയാള് ഇതിലേക്ക് വന്ന് ഒരു കൊല ചെയ്ത് ഒരു തോക്കിന്റെ ഒരു കേസിലായിരുന്നു ഇയാൾ ആദ്യമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു കേസിൽ അലർജിഡ് ആയിട്ട് പിന്നെ വന്നു. പിന്നെ ആ നാട്ടിൽ ഇയാൾക്ക് ഒരു പരിവേഷം വന്നു. പിന്നെ മൂപ്പര് കാശിന് വേണ്ടി പിന്നെ ഈ ചന്ദ്രൻകടത്ത്, അതേപോലെ ആനക്കൊമ്പ്, അതിലേക്ക് ഇങ്ങനെ മാറി 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 വന്ന് പിന്നീട് അത് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളായപ്പോഴാണ് പിന്നീട് ഈ റാൻസമിലേക്ക് കടന്നത്, കിഡ്നാപ്പിലേക്ക് കടന്ന് അതിൻ്റെ ഇടക്ക് ഒരുപാട് ആൾക്കാരെ കൊന്നു. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന അയാൾ കൊന്ന ഒരു ഒഫീഷ്യൽ എന്ന് പറയുന്നത് പിന്നെ CF ശ്രീനിവാസൻ തോന്നുന്നു, ശ്രീനിവാസൻ പേരുള്ളവരാണ്. പക്ഷെ അതൊരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. ലൈക്ക് നമ്മൾ അതും മനസ്സിലാക്കണം. വീരപ്പൻ എന്ന് പറയുമ്പോൾ വെറും ചന്ദനക്കാടത്തോ അല്ലെങ്കിൽ ആനനെ കൊല്ലുന്ന ആളോ അല്ല. പിന്നെ ആ നാട്ടിലേക്ക് വേഷം മാറി അല്ലെങ്കിൽ ഒരു നോർമൽ ഇത് രീതിയിൽ വന്ന ഈ CF ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ അദ്ദേഹം അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ഭയങ്കര ഇതാവുന്നു, ഭയങ്കര സ്നേഹമാവുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് നാട്ടിലൊരു ചെറിയ അശരീരി വരുന്നു. ഇയാളെ സിസ്റ്ററുമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഒരു അശരീരി നാട്ടിൽ ഇങ്ങനെ പരക്കുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഇവക്ക് വല്ലാത്തൊരു ഇത് വന്നിട്ട് ആ കുട്ടി സത്യം പറഞ്ഞ ആത്മഹത്യയാണ്. ഒരു പേര് സിസ്റ്റർ, വീരപ്പന്റെ സിസ്റ്റർ. അപ്പൊ പക്ഷെ ഈ ന്യൂസ് നേരെ വീരപ്പന്റെ ചെവിയിലെത്തിയത് ഇവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവസാനം ഇയാൾ അവളെ ചതിച്ചു. അങ്ങനെ ഇവൾ പരാമർശം പിടിച്ച് ആത്മഹത്യ ചെയ്താണ് വന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് കൊല്ലുന്നത് ശ്രീനിവാസനെ കൊല്ലുന്നത്. അങ്ങനെയാണ് ട്രാപ്പിലേക്ക് അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ ആൾക്കാരും അങ്ങോട്ടേക്ക് ബാക്കിലോട്ട് മാറി ഇയാളെ കെട്ടി. ഫസ്റ്റ് തന്നെ ഇയാൾ നേരെ ഷൂട്ട് ചെയ്ത് ഇയാളെ തല വെട്ടി ഒരു കാളവണ്ടിയിൽ വെച്ചിട്ട് ആ പിന്നെ ഗ്രാമത്തിലേക്ക് വിടുകയാണ് ഇയാൾ ചെയ്തത്. അങ്ങനെ ഒരുപാട് ഭീതി വരുത്തിയ മനുഷ്യനാണ്. ഒരു പോലീസുകാരുണ്ടായിരുന്നു, DYSP എന്ന് ഓർമ്മ, ഷക്കീൽ എന്നാണ് പേര് മൂപ്പരെ. ഇയാളെ കൊന്നിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ആളുണ്ടായിരുന്നു. അവസാനം ഇതേപോലെ മരിക്കുകയുണ്ടായത്. മരിച്ചോ? ആൾ മരിക്കുകയുണ്ടായിരുന്നു. അൺലക്കിലി. പക്ഷെ നല്ലൊരു ബ്രേവ് പോലീസ്മാൻ ആയിരുന്നു. പിന്നെ അയാളെ പറയുമ്പോൾ തന്നെ ഒരു പേര് കൂടി പറയണം, ഈ നക്കീരൻ ഗോപാലൻ. ഈ നക്കീരൻ മാസികയിലുള്ള നക്കീരൻ ഗോപാലൻ. അയാളെ പിന്നെ ഇന്റർവ്യൂ ചെയ്യാനും അതേപോലെ അങ്ങനെ അയാളോട് ഇൻസ്പയർഡ് ആയി അതേപോലെ മീശ വളർത്തിയ ഒരു സംഭവമായിരുന്നു അയാൾ. അങ്ങനെ ഒരുപാട് വർഷം കഴിച്ചു. പിന്നെ എൻഡിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, മൂപ്പര് ഈ ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നല്ലോ. പണ്ടേ ഈ എയിം ചെയ്തിട്ട് ഒരു കണ്ണിന് മൂപ്പർക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ട് അങ്ങനെ ഒരു തിമിരം വന്നു. അങ്ങനെ ആ കണ്ണിന് കാഴ്ചശേഷി കുറഞ്ഞ് അങ്ങനെ അയാളുടെ പെർസെപ്ഷനിലുള്ള സ്റ്റോറിയാണ്.
അവര് ശ്രീലങ്കയിലേക്ക്, അതായത് സിലോണിലേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് പോകുന്ന സമയത്താണ് ഇവരിത് ചാരന്മാരിലൂടെ അറിഞ്ഞ് മലയാളിയായ ഒരു ഉദ്യോഗസ്ഥൻ, നമ്മുടെ ഈ വിജയകുമാർ, IPS വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ കൊക്കൂൺ എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ പാപ്പരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒരു സ്കൂളിന്റെ സ്ഥലത്ത് വെച്ച് ഇവരെ ബ്ലോക്ക് ചെയ്തു. അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടന്നു. 317 റൗണ്ട്സ് അവർ ഷൂട്ട് ചെയ്തതിൽ ഒരൊറ്റ ബുള്ളറ്റ് വീരപ്പന്റെ തലയിൽ ഏറ്റ് വീരപ്പൻ മരിക്കാനുണ്ടായത്. അതിൽ പല കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒരുപാട് ലാംഗിൽ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ പക്ഷെ വീരപ്പന്റെ എൻകൗണ്ടർ നടക്കുന്നത് ഒരു പിന്നെ വാനിലിരുന്നുകൊണ്ടല്ലേ അവർ ഷൂട്ട് ചെയ്യുന്നത്. വാനിലിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും പോയിന്റ് ബ്ലാങ്കിൽ എങ്ങനെ ഷൂട്ടിങ് നടക്കുക? ആക്ച്വലി അതാണ് അതിലൊരു കോൺട്രവേഴ്സി പറയുന്നത്. ഇവർ ഈ ആംബുലൻസിൽ ഇവരെ കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് സിഗ്നലും കാര്യങ്ങളും ചെയ്ത് ആ ഡ്രൈവർ ഇറങ്ങി ഓടി. അപ്പോൾ അവര് പറയുന്നത് ഫസ്റ്റ് ഫയറിങ് വന്നത് ആ ആംബുലൻസിൽ നിന്നായിരുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ 317 എന്നുള്ള നമ്പർ കൊടുത്തത്. എന്തായിക്കോട്ടെ, ഇത്രയും ബുള്ളറ്റ്സ് വർഷിച്ചതിൽ ഒരു ബുള്ളറ്റ് മാത്രമേ അയാൾ ഇതിൽ കൊണ്ടുള്ളൂ, ഈ ഭാഗത്ത് കൊണ്ടുള്ളൂ എന്ന് പറയുന്നതിൽ കുറെ കോൺട്രവേഴ്സി ഉണ്ട്. പിന്നെ അയാൾ പറഞ്ഞ് കൊണ്ടുവന്നതാണ്, പൊതുമാപ്പ് നൽകി നിങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്തെത്തി അത് പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മറ്റൊരു പെർസെപ്ഷൻ, ഈ IPS വിജയകുമാർ തന്നെ അയാളെ ഈ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയത് ഈ പിന്നെ വീരപ്പൻ ദ ബ്രിഗേഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. വീരപ്പന്റെ ബ്രിഗേഡ് അല്ലേ? വീരപ്പന്റെ ബ്രിഗന്റ് എന്ന് പറഞ്ഞ കോൺട്രവേഴ്സി. വേറൊരു കാര്യം ഉണ്ടായത് മീശ വീരപ്പന് പണ്ട് മുതലേ സൂക്ഷിച്ചു വെച്ച്, കാരണം ഒരിക്കലും വടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊമ്പ മീശ. അതെ, മരണപ്പെടുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, ആ മീശ ഉണ്ടായിരുന്നില്ല. ഒന്ന് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നെറ്റ്ഫ്ലിക്സിൽ വീരപ്പന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലേ, ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. വീരപ്പൻ ദ മാൻ ബിഹൈൻഡ് ദ മാൻ ഹണ്ട്, പിന്നെ ഒരുപാട് കോരപ്പൻ ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മുടെ മാമൻകോയ അഭിനയിച്ചിട്ടുണ്ട് കോരപ്പൻ ദ ഗ്രേറ്റ്. അത് മറ്റൊരു പെർസെപ്ഷനിൽ ഒരു കോമഡി ആക്കി കാണിച്ചത്. ഒരുപാട് ഇങ്ങനെയുള്ള സിനിമ ഇറങ്ങിയ ഒരാള് ലൈക്ക് ഇങ്ങനത്തെ ഒരു ബ്രിഗൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ആൾക്ക് തോന്നില്ല. വീരപ്പൻ ആ വേറത്തെ ഒരു ക്ലാസ്സിലാണ്. പക്ഷെ ഇഫ് യു റിയലി ആസ്ക് മീ, ഇന്ത്യയിലെ ഫസ്റ്റ് ട്രൂ ബ്ലൂ ഗാങ്സ്റ്റർ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമാണ് ശരിക്കും. അതിനു മുമ്പ് എത്ര ആൾക്കാരുണ്ട്? ഹാജി മസ്താൻ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ നായകൻ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടർ കമൽഹാസന്റെ ഹാജി മസ്താൻ, കരീം ലാല, പട്ടാൻ ഗ്യാങ്, ഇവരൊക്കെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ. പക്ഷെ ഇവരും പിന്നെ ദാവൂദും തമ്മിൽ ഭയങ്കര ക്ലിയർ ആയിട്ടൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ഇവർ വന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കരീം ലാല, മുതലിയാർ, പിന്നെ ഹാജി മസ്താൻ, ഇവരൊക്കെ എന്ന് പറയുന്നത് ഒരു റോബിൻഹുഡ് സ്റ്റൈൽ ആയിരുന്നു. അതായത് പിന്നെ നമ്മളെ കായംകുളം കൊച്ചുണ്ടെന്നൊക്കെ പറയില്ലേ, അതായത് പിന്നെ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്താണ് അവരെന്ത് ചെയ്യുക, അവരെടുക്കുക, എന്നിട്ട് അവർ പാവപ്പെട്ടവരെ സഹായിക്കും, അതിൻ്റെ കൂടെ അവർ വെക്കും, അവരൊരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, കാരണം ഒരു സമയത്ത് ഈ വരുന്ന ആൾക്കാരൊക്കെ വരുന്നത് ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന്, ഏറ്റവും താഴ്ന്ന ജാതികളിൽ നിന്ന്, ഏറ്റവും താഴ്ന്ന എന്താ പറയുക സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, ഏറ്റവും സാമ്പത്തികമായിട്ട് ഏറ്റവും മോശമായി കിടക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. അതിന് അവിടുത്തെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നീതി കിട്ടില്ല. നീതി കിട്ടണമെങ്കിൽ പിന്നെ ഹാജി മസ്താൻ്റെ അടുത്ത് പോകണം, കരീം ലാലയുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ മുതലിയാരുടെ അടുത്ത് പോകണം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ സമൂഹങ്ങളിലൊരു ഹീറോകളായിരുന്നു അവർ. ഈ പറഞ്ഞ പോലെ ആദ്യം എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെയാണ് അവർ ഇല്ലീഗലിലേക്ക് വരുന്നതും, ഈവൻ മേർഡേഴ്സും കാര്യങ്ങളൊക്കെ എത്തുന്നത്. പക്ഷെ ആ മേർഡേഴ്സ് ഇപ്പോൾ അതായത് ഹാജി മസ്താൻ ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ മേർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നത് കത്തി കൊണ്ടും ഇതൊക്കെ ആയിരുന്നു. ദാവൂദ് വരുന്നതോടുകൂടിയാണ്, അതായത് പിന്നെ ദാവൂദ് ഇബ്രാഹിം എപ്പോഴാണോ സീനിലേക്ക് കയറുന്നത് അതോടുകൂടിയിട്ട് ആ സീൻ മാറുകയാണ്. ആ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യണം. അതായത് അവിടെ മുതൽ എന്താ പറയുക, മുംബൈ അണ്ടർവേൾഡ്, അന്നത്തെ ബോംബെ അണ്ടർവേൾഡ് എന്നത് പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുകയാണ്. അതായത് ഇമോഷൻസ് ഇല്ലാതെ പിന്നെ എന്താ പറയുക തോക്കുകൾ വരണം. ആദ്യമായിട്ട് എന്താ പറയുക ഷൂട്ട് ഔട്ട്സ്, തോക്കുകൾ വരുന്നത് ദാവൂദിന്റെ സമയത്താണ്. ദാവൂദാണ് കൊല്ലാൻ ഒരാളെ എന്താ പറയുക തോക്ക് ഉപയോഗിക്കാന്നുള്ള ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അതുവരെ ആസ് എ ഗാങ്സ്റ്റർ, അതായത് അതുവരെ ഈ ഗ്യാങ് വാറിന്റെ ഇടയിൽ തോക്കുകൾ അധികം ഉണ്ടായിരുന്നില്ല. കത്തി, അങ്ങനത്തെ അടി പിടി അങ്ങനത്തെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. തോക്കുകൾ കൊണ്ടുവരുന്നത്. ദാവൂദിന്റെ വേറെ കാര്യം എന്ന് പറയുന്നത്, ദാവൂദിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അപ്പൊ വീരപ്പൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു പറയുന്നത് കുറച്ച് ആൾക്കാരെ, പക്ഷെ ദാവൂദിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഹ്യൂജ് ആയിരുന്നു. അതായത് ഇപ്പം വീരപ്പൻ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ വീരപ്പൻ ഒരാളെ ഫോൺ വിളിച്ച് പറയാൻ പറ്റില്ല. വീരപ്പനും വീരപ്പന്റെ ഗ്യാങ്ങും എന്ത് ചെയ്യണം, അതനുസരിച്ച് ചെയ്യണം.
കരീം ലാല അല്ലെങ്കിൽ ഇവരൊക്കെ ഹാജി മസ്താൻ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ആ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നടക്കുക. ദാവൂദിന്റെ ഓപ്പറേഷൻസ് അങ്ങനെയല്ല. അതായത് പിന്നെ എന്താ പറയാ, കമ്പനി എന്ന് പറഞ്ഞ മൂവി ഉണ്ട് പഴയ മോഹൻലാൽ അഭിനയിച്ച. അപ്പൊ മോഹൻലാലും അജയ് ദേവ്ഗനും നമ്മുടെ വിവേക് ഓബ്രോയിന്റെ ഫസ്റ്റ് മൂവി അതെന്റെ ഓർമ്മ. അതിലുള്ള രാം ഗോപാലിന്റെ ക്ലാസ് മൂവിയാണ്. അതില് പിന്നെ മോഹൻലാലിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആദ്യമായിട്ട് മുംബൈയിലെ ഏറ്റവും വലിയ വെപ്പണായി മാറിയത് ടെലിഫോണാണെന്നുള്ളത്. കാരണം ഇവന്റെ ഫുൾ ഓപ്പറേഷൻസ് ഇവൻ ടെലിഫോണിൽ ഹാൻഡിൽ ചെയ്ത് തുടങ്ങി അതുവരെ. അതായത് ഇവൻ ബാക്ക് സീറ്റിൽ നിന്നുകൊണ്ട് ഫുൾ കൺട്രോൾ ചെയ്തിട്ട് എന്താ പറയാ മുംബൈ അണ്ടർവേൾഡ് അടക്കി വാഴാൻ തുടങ്ങി. മുംബൈ അണ്ടർവേൾഡ് എന്ന് പറയുന്നത് വീരപ്പന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് കാടുകളിലാണ്. അല്ലെങ്കിൽ കരീം ലാലയുടെ അല്ലെങ്കിൽ മുതലിയാറിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഇപ്പം മുതലിയാർക്കൊന്നും ഹാജി മസ്താനും പിന്നെ വരദരാജ മുതലിയാറും ഇവർ രണ്ടുപേരും സൗത്ത് ഇന്ത്യൻസാ. ഇവർക്ക് ഹിന്ദി പോലും അറിയില്ല, ഇവർക്ക് മറാഠിയും അറിയില്ല. ഇവർക്ക് സംസാരിക്കണമെങ്കിൽ അവർ തമിഴിലാണ് സംസാരിക്കണേ. അപ്പം ഇവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കരീം ലാലയും പട്ടാൻ ഗ്യാങ്ങും ആയിരുന്നു ഈ പറയുന്ന ഉറുദു സ്പീക്കിംഗ് ഇതിലുണ്ടായിരുന്നത്. അപ്പം ഈ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരെയും, അതായത് പിന്നെ ഹാജി മസ്താന്റെയും മുതലാറിന്റെയും കൂടെ സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു. കരീം ലാലിന്റെയും പട്ടാന്റെയും കൂടെ പിന്നെ UP എന്നുള്ളതും അല്ലെങ്കിൽ പിന്നെ ഈവൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്ന ആൾക്കാർ അവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് സെക്യുലറായിട്ട് എല്ലാ റീജിയനിലെ ആൾക്കാരെയും വെച്ചിട്ട് ഒരു ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് അതാണല്ലോ ഡി കമ്പനി എന്നുള്ള പേര് വരുന്നത്. ഒരു ഗ്യാങ് ആയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ദാവൂദ് ഇബ്രാഹിമാണ്. അവിടെ നിന്ന് ദാവൂദിന് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സിൽ, അതും ഒരു രാജ്യത്തല്ല പല രാജ്യങ്ങളിലെ പൊളിറ്റിക്സിൽ, എക്കണോമിക്സിൽ. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്കണോമിക് കോൺസ്ലോട്ട് വരുന്ന കള്ളനോട്ട് എന്ന് പറഞ്ഞു. കള്ളനോട്ടിൽ ആർക്കുണ്ട്? പിന്നെ പാകിസ്ഥാനിൽ കള്ളനോട്ട് കൊണ്ടുവരുന്നതിൽ കീ ആയിട്ടുള്ളൊരു പിന്നെ റോള് ദാവൂദ് ഇബ്രാഹിമിനുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ടെററിസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു ഗാങ്സ്റ്റർ ഒരു പബ്ലിക്കിന്റെ മുകളിൽ അതുവരെ ഒറ്റൊരു ഗാങ്സ്റ്ററും ജനറൽ പബ്ലിക്കിനെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ജനറൽ പബ്ലിക്കിനെ ടാർഗറ്റ് ചെയ്യുന്ന ദാവൂദ് ഇബ്രാഹിം. കാരണം ഇവർ അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയാ, നമ്മുടെ 1993 ബ്ലാസ്റ്റ് ഇല്ലേ, ആ 93 ബ്ലാസ്റ്റ്. അതെ, ശരിക്കും പറഞ്ഞാൽ ദാവൂദ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ഏറ്റവും കൂടുതൽ ഡോക്യുമെന്ററീസ് ഉണ്ടായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ മോളായിരിക്കും. എത്ര പടങ്ങൾ ഉണ്ടെന്നറിയോ? അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പനി എന്ന് പറയുന്ന അവരുടെ എന്താ പറയുക പറയപ്പെടുന്നത് ഹാജി മസ്താന്റെയും പിന്നെ എന്താ പറയുക ദാവൂദ് ഇബ്രാഹിമിന്റെയും ദാവൂദ് ഇബ്രാഹിമിന്റെയും പിന്നെ ഛോട്ടാരാജന്റെയും ഒരു ഇതാണ് കമ്പനി പറയുന്നത്. അതേപോലെ ഷൂട്ട് ഔട്ട് അറ്റ് ലോക്കന്റ് പോലെ ഉണ്ട്, അതിൽ ദാവൂദിന്റെ ഉണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ ഉണ്ട്, ഡി കമ്പനി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. പിന്നെ ഈവൻ ദാവൂദ് ഇബ്രാഹിം ആ പടത്തിന്റെ പേര് എന്തായിരുന്നു, പിന്നെ ഋഷി കപൂറും അത് ഡി കമ്പനി ആണെന്നല്ലേ. അപ്പം അത് വെച്ചിട്ടുള്ള അങ്ങനെ ഏറ്റവും കൂടുതൽ മൂവീസ്, ഏറ്റവും കൂടുതൽ വെപ്പൺസ് വരാൻ തുടങ്ങിയത് അതൊക്കെ ദാവൂദ്. അതുകൊണ്ടാണ് ദാവൂദ് ഒരു ട്രൂ ബ്ലൂ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അയാൾ ഈ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇതിൽ ഏജ് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയും അതിന്റെ മുകളിൽ. കാരണം ഇപ്പം മോസ്റ്റ് ഓഫ് ഹിസ് ബിസിനസ് ലീഗൽ ബിസിനസ്സുകളാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പം കാരണം ഇവിടെ ഉള്ള, ഞാൻ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, അങ്ങേർക്ക് ഇപ്പം ഇന്ത്യയിലായിട്ട് കൂടുതൽ ബിസിനസ്സുകൾ പുറത്താണ്. അപ്പം ഒരുപാട് ഇപ്പം പാകിസ്ഥാനിലും ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിലും ബിസിനസ്സുകളുണ്ട്. അത് ട്രൂലി ലീഗലായിട്ടാണ് പോകുന്നത്. ഇപ്പം അയാളുടെ പിന്നെ മകളെ കല്യാണം കഴിച്ചതാരാ? ദാവൂദ് ഇബ്രാഹിമിന്റെ മിയാന്താദിന്റെ മോനാണ്. അതും എന്താ പറയാ പാകിസ്ഥാനിലെ ഏറ്റവും ഹൈ പ്രൊഫൈൽ വെഡിങ് ആയിരുന്നു അത് അതിന്റെ മുകളിൽ. അപ്പം ആ പറയുന്ന അപ്പം ഒരു നോർമലൈസ് ചെയ്യപ്പെട്ടു. കാരണം അയാൾ വേറൊരു രാജ്യത്ത് ഒരു അഭയാർത്ഥിനെ പോലെയാണ് നിൽക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഞാൻ ഫസ്റ്റ് ഈ ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1993 ശേഷം ഇയാളുടെ ആ ഒരു ഇയാളെ കാണാതാവുക, അല്ലെങ്കിൽ പിടികിട്ട പുള്ളീൻ്റെ ആ ലിസ്റ്റിലേക്ക് കൊടുക്കുക, റാങ്ക് അയാൾ പിന്നെ ഇത് വെക്കുക, അപ്പൊ പിന്നെ അയാളെ തലക്ക് ഇത്ര ലക്ഷം ഇത്ര കോടി വെക്കുക. അപ്പൊ ആ ഒരു 1993 ബ്ലാസ്റ്റിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിന് ഇന്ത്യ കാണാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാന്നുള്ളൂ. 93 ശേഷം
ഈ പറയുന്ന ഇപ്പോൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എപ്പം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടെങ്കിലും അവിടെ ഫസ്റ്റ് ക്യാമറ ഫുൾ വെക്കുക എവിടെയാണ്. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു ഈ മുംബൈയിലേക്ക് ആ ഒരു കമ്പനി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് പറഞ്ഞു, ഏറ്റവും വലിയൊരു വെപ്പൺ എന്ന് പറഞ്ഞ തോക്കല്ല, ദാറ്റ്സ് ടെലിഫോൺ എന്ന് പറഞ്ഞപ്പോ ബാക്ക് സീറ്റിലിരുന്ന് ഇദ്ദേഹം കൺട്രോൾ ചെയ്തിരുന്ന ആ ഒരു വേൾഡിന്റെ ആ ഒരു സംഭവം. ഇയാളെ 1993 ബ്ലാസ്റ്റിന് ശേഷം നേരത്തെ കാണാതായ സമയത്ത്, ലൈക്ക് ഇന്ത്യ കാണാതായ സമയത്ത് 1996 ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഷാർജയിൽ നടക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ടീഷർട്ട് ഇട്ടിട്ട് മൂപ്പരൊരു ഫോണ് ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ആ ലാസ്റ്റ് ഈ ഗാലറിയിൽ ഗ്ലാസിന്റെ അകത്തുനിന്ന് ഫോൺ പിടിച്ചിട്ടുള്ള ഒരു പിക്ചർ. ആ പിക്ചറിലാണ് പിന്നെ അതിനുശേഷം ആൾക്കാർ അദ്ദേഹത്തെ കാണുന്നത്. ലൈക്ക് ബെറ്റിംഗ് ആയിക്കോട്ടെ, ഏത് രീതിയിലും അങ്ങനെ എല്ലാവരെയും ലൈക്ക് എന്താ പറയണ്ട, എല്ലാ ഒരു ഇതും നിഷ്പ്രഭമാക്കിക്കൊണ്ട് മൂപ്പര് അയാളെ പുല്ലുപോലെ വന്നിരിക്കുന്ന ഒരു അയാളെ സ്റ്റാർ മെറ്റീരിയലൈസ് ചെയ്യുന്നല്ല, പക്ഷെ സ്റ്റിൽ അങ്ങനെ. കാരണം ആ സമയത്താണ് ടെലിവിഷൻ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്. അതെ, അപ്പം ടെലിവിഷൻ പോപ്പുലർ ആവുന്നതോട് കൂടിയിട്ട് ഇങ്ങേരുടെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു ദാവൂദ് ഇബ്രാഹിം. അപ്പം അത് വെച്ചിട്ട് ടി വിയിൽ വരുമ്പോൾ ഒക്കെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ടാവുക, അതായത് അവിടെ പോയിട്ട് ഏറ്റവും വലിയ സ്റ്റാർസിനായിട്ട്, അതായത് അവിടെ പോയി ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കലിരിക്കുന്നത് എന്താ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിന്റെ സൂപ്പർ സ്റ്റാർസ് ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. അവരുടെ കൂടെ ഈ ആക്ടേഴ്സ് അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നത്. കാരണം ബോളിവുഡിൽ ഒരുപാട് ബിനാമി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നതാണ് ഇതില്, മാഫിയ തന്നെ ഉണ്ടായിരുന്നു. മാഫിയ. അപ്പം ഈ പറഞ്ഞത് ഇപ്പം നമ്മള് ടെലിഫോണിന്റെ കാര്യം പറഞ്ഞാല്, ഇപ്പം ഷൂട്ട് ഔട്ട് അറ്റ് ലോഖണ്ഡ്വാല എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, കണ്ടിട്ടോ? അതില് പിന്നെ അഗെയിൻ വിവേക് ഓബ്രായ് ഉണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, പിന്നെ ജിമ്മി ഷെർഗിൽ ഉണ്ട്. ഒരു അടിപൊളി മൂവിയാണ് ഷൂട്ട് ഔട്ട് അറ്റ് ലോഖണ്ഡ്വാല എന്ന് പറഞ്ഞിട്ട്. അതിൽ ലാസ്റ്റ് പറയപ്പെടുന്നത് ഈ മായ ഡോലസ്, അതായത് വിവേക് ഓബ്രോയിന്റെ ക്യാരക്ടർ, മായ ഡോലസും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ലോഖണ്ഡ്വാലയിൽ ഈ ഇന്ന ഫ്ലാറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോള് വരുന്ന ദുബായിൽ നിന്നാണ് പറയുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന, അതായത് അവരവിടെ ഒരു ഫ്ലാറ്റിൽ എടുത്തിരുന്നത് ഒരു ബിൽഡറിന്റെ പിന്നെ മോനെ കിഡ്നാപ്പ് ചെയ്ത്, കാരണം പൈസ കൊടുക്കാത്തതുകൊണ്ട് എക്സ്റ്റോർഷൻ ആയിരുന്നു വൺ ഓഫ് ദി പ്രൈമറി ഇൻകം. അപ്പം എക്സ്റ്റോർഷൻ മണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് പിന്നെ തട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ ബിൽഡർക്ക് ആരുമായിട്ട് എന്ത് കണക്ഷൻ ഉണ്ടായിരുന്നു? ഡയറക്ട്ലി അവിടെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം മുന്നേ അതിൽ സീനുണ്ട്, അതായത് ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് പിന്നെ പൈസ വയ്ക്കാൻ പോകുന്നു. പൈസ വയ്ക്കുമ്പം ഇവനെ എന്താ പറയുക, മായ ഡോലസിന്, അതായത് വിവേക് ഓബ്രോയിന്റെ ക്യാരക്ടറിനെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടാണ്. അതിന് പ്രതികാരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആരെയാണ് ഇതാക്കാൻ പറ്റും? കാരണം എനിക്ക് ഡയറക്ട്ലി ദാവൂദുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു അയാൾക്ക്. പക്ഷെ മോനെ എന്ത് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയപ്പം നേരെ ദാവൂദിനെ വിളിച്ച് ദാവൂദ് പറഞ്ഞ് തൽക്കാലം പൈസ കൊടുക്ക്, എവിടെയാണ് എത്തിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരെന്ത് ചെയ്തു, അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സ് അവിടെ എത്തി. അത് സ്വന്തമായിട്ട് കൊല്ലിക്കണമെങ്കിലും പോലീസിനെ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിലും ഒക്കെ എവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്കൊന്ന് ഭയങ്കര ലോ പ്രൊഫൈൽ ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ലൈക്ക് ഏജ്ഡ് ആയിട്ടുണ്ടാവല്ലോ, അതല്ലേ മെയിൻ. ഒരുപാട് വയസ്സുണ്ടാവില്ല. ഇപ്പൊ ഞാൻ നമ്മളെ പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് മുംബൈക്കാരനാണ്, അയാളോട് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞു ഉണ്ടാവില്ല, ഇപ്പത്തെ ഉണ്ടെങ്കിൽ തന്നെ 90 വയസ്സായി ഉണ്ടാവും. ലൈക്ക് ആ ഒരു ഇത് പറഞ്ഞു. നമ്മള് അങ്ങനെ ഒരു സ്റ്റാർ മെറ്റീരിയലൈസ്ഡ് ആയിട്ട് കണ്ട ആ ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ രാജ്യദ്രോഹികളാണെങ്കിലും 100% ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ കൂടുതൽ. അപ്പൊ ആ ഒരു ആൾക്കാരെ നമ്മൾ ആ രീതിയിൽ നമ്മളിപ്പോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലൈക്ക് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെയ്ത തെറ്റത് ഇപ്പൊ നമ്മൾ ഈ ദാവൂദ് ഇബ്രാഹിമിനെ പറഞ്ഞു പോകുമ്പോ നമ്മൾ ഈ ഒരു പേര് നമ്മൾ ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഹസീന പാർക്കറിനെ പറ്റി നമ്മൾ ഒരിക്കലും ലൈക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. വലുതായിട്ടൊന്നും അങ്ങനെ ഹസീന പാർക്കറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു മൂവി വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ, മറ്റേ ശ്രദ്ധ കപൂർ അഭിനയിച്ച ഒരു മൂവി, അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് അറിയാം. നമ്മളിങ്ങനെ ഈ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു പാട്രിയാർക്കൽ ഒരു രൂപം കൊടുക്കുമ്പോൾ അതില് നമ്മളെ രാജ്യത്ത് തന്നെ ലൈക്ക് അങ്ങനെ ഒരു ഫീമെയിൽ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പവർ. ഞാൻ ഈ ഹസീന പാർക്കറിന്റെ ഒരു ഇത് കേട്ടപ്പോ ഇവരുടെ ഹസ്ബൻഡ് ഇവരെ വലിയ റൈവലായിരുന്നു ഈ അരുൺ ഗൗളി. ഇപ്പൊ ജയിലില്ല, അരുൺ ഗൗളി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലുക്ക്. അയാളും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റൈലിഷ്. എനിക്ക് തോന്നി ഈ മുംബൈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഈ സ്റ്റൈലില് ഭയങ്കര ഒരു ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് തോന്നുന്നത്. ഈ വൈറ്റ്, അതേപോലെ കുർത്ത, 2 പോക്കറ്റ്, അതേപോലെ ഭയങ്കര പിന്നെ എന്താ പറയണ്ടേ സ്റ്റിഫായിട്ടുള്ള ശരീരം, ബ്ലാക്ക് ഗ്ലാസ്, നമ്മുടെ നെഹ്റു തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് മൂപ്പർ ഇങ്ങനെ നടക്കുക. ഈ അരുൺ ഗൗളി
ഹസീന പാർക്കറിന്റെ ഹസ്ബൻഡിനെ വധിച്ചപ്പോൾ കൊന്നപ്പോഴാണ് ഈ ഒരു ചേഞ്ച് അവർക്ക് ഇതായിട്ട് ഉണ്ടാവുന്നത്. അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഹസീന പാർക്കറിനോട് ഇങ്ങനെ ഇതിലേക്ക് വന്നപ്പോൾ. പക്ഷേ ഇവര് പക്ഷെ കൂടുതലും ഈ ലാൻഡ് കച്ചവടം, സ്ഥലക്കച്ചവടം, ഈ പറഞ്ഞ പോലെ എക്സ്ട്രോഷൻസ്, പിന്നെ ആ ഒരു സമയത്തുള്ള ഒരു സംസാരമായിരുന്നു. ലൈക്ക് മുംബൈ നഗരത്തില് ഒരു പുല്ല് മുളക്കണമെങ്കിൽ ഹസീന പാർക്കറിന് അനുവാദം വേണം. ഇവർക്കൊരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ വീട് കുത്തി തുറന്ന് അവിടെ താമസിക്കും. മൂപ്പർ സ്റ്റൈൽ അതാണ്. ഈ ആ ലാസ്റ്റ് സമയത്തൊക്കെ എത്രയോ മില്യൺ കണക്കിനുള്ള സ്വത്ത് മൂപ്പര പേരിൽ അന്ന് അവിടെ ഉണ്ടായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഈ ഗവൺമെന്റ് തന്നെ ലേലത്തിന് കൊടുത്ത് ഒഴിവാക്കിയ ആരും മേടിക്കാൻ റെഡി ആയിട്ടില്ല, പേടിച്ചിട്ട് ആ സമയത്ത് പോലും. അതിലിപ്പം കാരണം ഹസീന പാർക്കർ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയായിരുന്നു. കാരണം ദാവൂദ് 93 ബ്ലാസ്റ്റിന് ശേഷം ദാവൂദും ടൈഗർ മേമനും ഇവരെല്ലാവരും കൂടി എന്താ പറയാ ദുബായിലേക്ക് മാറി എന്നുള്ളത് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനുശേഷം മുംബൈ അടക്കി ഭരിച്ചിരുന്നത് ഹസീന പാർക്കർ ആയിരുന്നു. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ ഇപ്പം ദാവൂദ് ഇബ്രാഹിമും ബാക്കിയുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പോലെ ഹസീന പാർക്കറിന് മുന്നേ ഇപ്പം നമ്മുടെ ഗംഗുബായി കത്യാവാടി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അതായത് പിന്നെ ആലിയ ഭട്ടിന്റെ ഇത് മൂവി വന്നിട്ടുണ്ട് അതിന്റെ മുകളിൽ. അവിടെ എന്താണ് അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അവിടെ ഉണ്ട്. അപ്പം അവര് അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഗാങ്സ്റ്ററായി മാറുന്നത്. അപ്പം ആ രീതിയിൽ അവിടുത്തെ എന്താ പറയാ അവിടുത്തെ റെഡ് സ്ട്രീറ്റിന്റെ പേരെന്തായിരുന്നു, പിന്നെ ബോംബെയിൽ ഉണ്ടായിരുന്ന അപ്പം അവിടെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ചാന്ദി ചോക്കില്ല, ചാന്ദി ചോക്ക് പിന്നെ ഡൽഹിയില. പിന്നെ അവിടെ എന്ന് പറയുന്നത് പിന്നെ ഹാജി മസ്താന്റെ ഒരു സംരക്ഷണത്തിനായിരുന്നു ആരുണ്ടായിരുന്നത്, ഗംഗുബായി ഉണ്ടായിരുന്നത്. കാരണം ആ ഹാജി മസ്താന്റെ ക്ലാസ്സും അങ്ങനെയാണ് ഇങ്ങനത്തെ ക്ലാസ്സും. പക്ഷെ അതേപോലെ ഇപ്പുറത്തെത്തുമ്പോൾ ദാവൂദും ഹസീനയും വരുമ്പം അത് ഭയങ്കര പ്രൊഫഷണലൈസും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ അൺഇമോഷണൽ ആയിട്ടുള്ള കാര്യം നടത്തുക. അതിനാളെ കൊല്ലണോ, അതിന് ആൾക്കാർ പൈസ കൊടുക്കണോ, ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇപ്പൊ നാട്ടില് ഈ ദാവൂദ് ഇല്ലാത്തപ്പോ തന്നെ ലൈക്ക് ഇദ്ദേഹത്തിന് ഈ ഹസീന പാർക്കറിന് ദാവൂദുമായിട്ടുള്ള ബന്ധമുണ്ടെന്നും ലൈക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പോ ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമില്ല, നമ്മളങ്ങനെ സംസാരിക്കാൻ എനിക്ക് പിന്നെ അറിയയില്ല, ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് മൂപ്പരായിരുന്നു. ഈ ഹസീന പാർക്കർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഭർത്താവിന്റെ മരണത്തോടു കൂടി ആണ് ഈ സംഭവം ഉണ്ടായത്. അതിന് പിന്നെ അത് കഴിഞ്ഞപ്പോ തന്നെ അവിടെ ഒരു പിന്നെ എന്താ പറയുക ഈ ജെ ഹോസ്പിറ്റൽ ഷൂട്ട് ഔട്ട് എന്നിട്ടുള്ള സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അരുൺ ഗൗളി അരുൺ ഗൗളി ചെയ്യിപ്പിച്ച ഈ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഇവരെ പിന്നെ ഈ ഹസീന പാർക്കറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുള്ള ഒരു ജെ ഹോസ്പിറ്റൽ ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ ഇമോഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചാണ് ആ ഒരു ഭർത്താവിന്റെ ആ ഒരു മരണത്തിന്റെ പേരിലായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഭർത്താവിന്റെ മരണം ആലോചിച്ചപ്പോ നമ്മൾ അധികം ഇന്ത്യയിൽ ഒരുപാട് കേട്ട ഹസീന പാർക്കർ, ഗംഗുബായി, അതേപോലെ ഈ പൂലൻ ദേവി, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ അധികം ആരും കേൾക്കാത്ത ഒരാള് ഞാൻ എവിടെയോ വായിച്ചതാണ്, ഈ സംകോട്ട് ബെൻ ജഡേജ എന്ന് പറഞ്ഞിട്ട് ഒരു സംകോട്ട് ബെൻ ജഡേജ. അപ്പൊ ഇവരുടെ സ്റ്റോറി എന്താ വെച്ചാല് ഒരു ഹോം മേക്കർ ആയിട്ട് ഒരു ജീവിതായുസിന്റെ ഒരു പകുതിക്ക് മേലോളം ജീവിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭർത്താവ് ഒരു മില്ലിൽ സാധാരണ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഗുജറാത്തിലായിരുന്നു, പോർബന്തറിൽ ഭർത്താവ് മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു ആക്സിഡന്റലി ആ മില്ലിൽ ഒരു സമരം നടക്കുകയും അതിന്റെ മുതലാളി സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു ഗാങ്സ്റ്റർ ഏർപ്പാടാക്കുകയും ചെയ്തു. ഇയാൾ സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ക്ലാഷ് വന്നപ്പോൾ അതിന്റെ ആ ഒരു പിന്നെ പ്രശ്നത്തിലും തല്ലിലും പിടിയിലും ആ ഗാങ്സ്റ്റർ മരിക്കുകയാണ്. ഗാങ്സ്റ്റർ മരിച്ച് ഇയാൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഇയാൾ ആ ഒരു ഗാങ്സ്റ്ററായി മാറുകയാണ്. അപ്പോൾ സംകോട്ട് ബെൻ ജഡേജയുടെ ഭാഗത്തുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ഒരു സാധുവിനെ മീറ്റ് ചെയ്തിട്ട്, ഒരു സ്വാമിനെ മീറ്റ് ചെയ്ത് ഇയാൾ പിന്നെ ആത്മീയതയിലേക്ക് കടക്കാണ്. അയാൾ ആയുധം വെച്ച് കീഴടങ്ങി ആത്മീയതയിലേക്ക് കടക്കാം. അങ്ങനെ കടന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ മുന്നേ ഉള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഇദ്ദേഹം പിന്നെ വെടിയേറ്റ് മരിക്കപ്പെട്ടു. ആ ഒരു സാധനം ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ലേഡി എന്താ പറയണ്ടേ, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ ഈ പിന്നെ വളയിട്ട കൈകൾ കൊണ്ട് ഉള്ളി മുറിക്കുന്ന കത്തി മാറ്റി വെച്ചിട്ട് വാളെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. 14 പേരെയാണ് ആ പേരിൽ ആ സ്ത്രീ കൊന്നത്. 14 പേരെ. ആ ഗ്രൂപ്പ് ഒരാളിൽ നിന്ന് 100 ആളിലേക്കാണ് മുന്നോട്ട്. 80s to 90s 100 ആളിലേക്ക് ആ ഗ്രൂപ്പ് വളരുകയാണ്. ആ സമയത്ത് പോലീസ് കണക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്
525ഓളം ക്രിമിനൽ കേസുകൾ ആ ചെറിയ കാലഘട്ടത്തിൽ ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ എല്ലാ ഈ ഗാങ്സ്റ്റേഴ്സിനെയും പോലെ ലൈക്ക് ചെറിയ ഈ ഡക്കോയിറ്റ്സ് അല്ലെങ്കിൽ ഈ ആ ഭാഗത്തുള്ള ഈ പിന്നെ ഠാക്കൂർ അവരൊക്കെ പോലെ ഇവര് ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ MP ആയി, പിന്നെ MLA ആയി, ആ രീതിയിൽ പിന്നെ പോയി. പിന്നെ ഒരു അറ്റാക്ക് വന്നിട്ടാണ് ഈ സ്ത്രീ മരിക്കുന്നത്. അങ്ങനെ കുറെ പേരുണ്ടല്ലോ അല്ലേ? അതായത് എന്താ പറയുക, ഗാങ്സ്റ്ററോ ഒരു ക്രിമിനലോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ക്ലാസിക് എക്സാമ്പിൾ ഫൂലൻ ദേവി. അതെ, ഓഫ് കോഴ്സ്, യെസ്. അപ്പം ഫൂലൻ ദേവി ഒരു എന്താ പറയാ, ഒരു ഡെക്കോയിറ്റ്, ഗാങ്സ്റ്റർ അല്ല ശരിക്കും പറഞ്ഞാൽ, ഡെക്കോയിറ്റ് എന്ന് പറയാ, അല്ലെങ്കിൽ ഡെക്കോയിറ്റ് മലയാളത്തിൽ എന്തായിരുന്നു പറയല്, കൊള്ളക്കാരി. അപ്പം കൊള്ളക്കാരിയായി വന്ന് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് എലക്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് ഇങ്ങനെ വന്നത് പിന്നെ ഇപ്പൊ UP ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയ ചെറിയ ചോട്ടാ ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. ആ ചോട്ടാ ഗാങ്സ്റ്റേഴ്സ് പിന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഉള്ളൊരു ഒരു കാര്യം നോക്കിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ കൊള്ളക്കാരായിട്ട് മാറുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഠാക്കൂറിന്റെ, അതായത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ജാതിക്ക് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ജാതിയിൽ എന്താ പറയാ, ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും താഴേക്കുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയും അങ്ങനെ ചെയ്തിട്ട് അവർ പുറത്ത് ഒരു ഔട്ട്കാസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ പുറത്തു പോയിട്ട് പിന്നെ അവർക്ക് അത് വെറും ഒരു എന്താ പറയുക, ഒരു സാധാ റിവെഞ്ച് അല്ല, അതൊരു ജാതി സ്പിരിറ്റ് ആയിട്ട് അത് ജാതികൾ നമ്മൾ അടിയായി ചേരിതിട്ടുള്ള അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് പാൻ സിംഗ് തോമർ. സുബേദാർ പാൻ സിംഗ് തോമർ. അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് ക്ലാസ് മൂവിയാണ് പാൻ സിംഗ് തോമർ. അതില് ഇർഫാൻ ഖാൻ, അതായത് ഒരു സുബേദാർ, ആർമിയിൽ സുബേദാറായിട്ട് ഉണ്ടായിരുന്ന ഒരാള് ഇന്ത്യയിലെ ഒരു വലിയൊരു എന്താ പറയാ ഒരു കൊള്ളക്കാരനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതി അങ്ങേരുടെ അമ്മാവൻ പോയി ആദ്യം കൊള്ളക്കാരനായിരുന്നു, എന്നിട്ട് അമ്മാവന്റെ ഗ്യാങ് ചേർന്നു. ഈ പറയുന്നത് അവിടെ ജാതിയാണ്, കാരണം അവർ ലോവർ കാസ്റ്റിലാണ്. ആ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ എന്താ പറയുക ഠാക്കൂർ, അതായത് വലിയ അവിടുത്തെ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ വന്നിട്ട് അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ട് അതിന് പ്രതികാരം എന്നുള്ള രീതിയിൽ, അതായത് ഒരു സുബേദാറായിട്ട് വരെ അങ്ങനെ ഫസ്റ്റ് ലീഗൽ റൂട്ടാണ് നോക്കുന്നത്. ആ ലീഗൽ റൂട്ട് നോക്കിയിട്ട് ഒരു പോലീസിന്റെ അടുത്തും എന്താ പറയുക ഗവൺമെന്റ് അടുത്തും ഒരു ഹെൽപ്പും കിട്ടാതായപ്പം ഇനിയിപ്പം ഞാൻ ഏതായാലും ഷാർപ്പ് ഷൂട്ടറാണ്, എന്നാ പിന്നെ ഞാൻ എടുത്തിട്ട് എല്ലാത്തിനെയും ചുട്ടടയാന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ളൊരു എന്താ പറയാ ഇത് വരുന്നത്. അടിച്ചമർത്തപ്പെടുന്നവർക്ക് ലൈക്ക് നമ്മൾ പറയുന്നില്ലേ, അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിലുള്ള ഒരു സംഭവം നോർത്ത് ഇന്ത്യയിലും നമ്മളിപ്പോ കമ്മ്യൂണിസം പറയുകയാണെങ്കിലൊക്കെ ആ ഒരു ടൈപ്പിൽ വന്ന സംഗതി തന്നെയാണ്. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫൂലൻ ദേവി തന്നെ ആണെങ്കിൽ പോലും ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഹിസ്റ്ററിയാണ് അവരുടെ ഹിസ്റ്ററി. ഒരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന്റെ പേര് ഇവര് മല്ല ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്, അതിന്റെ മേലെയുള്ള ആൾക്കാരാണ് ഈ ഠാക്കൂർ. ഠാക്കൂർ എന്ന് പറയുന്നത് ശരിക്കും ഈ ക്ഷത്രിയരുടെ നേരെ താഴെയുള്ള അതിലുള്ള സബ് കാസ്റ്റ്, അതാണ് ഈ ഠാക്കൂർ എന്ന് പറയുന്നത്. ഒരുപാട് പിന്നെ അവര് പിന്നെ ഗ്രൂപ്പില് ഒരുപാട് ബലാത്സംഗങ്ങൾ അനുഭവിച്ച, നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ലൈംഗികമായ പീഡനങ്ങൾ ഇത്ര അനുഭവിച്ച നമ്മളെ എന്താ പറയണ്ട ഒരാള് ലൈംഗികമായ ചൂഷണം എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നുണ്ട്. ഒരു പെണ്ണിന്റെ ഒരാൾ പറഞ്ഞ ഡയലോഗ് ഞാൻ കേട്ടെ, എ ഡിഗ്നിറ്റി ഓഫ് എ വുമൺ ഈസ് നോട്ട് കെപ്റ്റ് ഇൻ ഹർ വജൈന എന്ന് പറഞ്ഞ പോലെ ദാറ്റ്സ് ട്രൂ. പക്ഷെ അത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ഇദ്ദേഹം പിന്നെ ഈ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുകയാണ്. പിന്നെ ഒരുപാട് അതായത് ഇന്ത്യൻ ബാൻഡിറ്റ് ക്വീൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ ഫൂലൻ ദേവിനെ കുറിച്ച് നമ്മൾ അറിയില്ലെങ്കിൽ, നമ്മളെ ഫൂലൻ ദേവിനെ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്നൊരു പിക്ചർ ഉണ്ട്. ഒരു കാക്കി, ഒരു പോലീസ് ഡ്രസ്സിന്റെ ഒരു കാക്കി ഡ്രസ്സും തലയിൽ ഒരു റെഡ് ബാൻഡ് കെട്ടിയിട്ടുള്ള, പിന്നെ അതേപോലെ ഒരു ഡബിൾ ബാരൽ ഗണ്ണ് കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഒരു സംഭവം. അത് ഏത് കാലത്താണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. പക്ഷെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ തന്നെ 2001 പിന്നെ ഒരു അസാസിനേഷൻ വഴി അതിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അവരെ കുറിച്ചുള്ള പതനത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. MP ആയിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം പിന്നെ വെടിയേറ്റ് മരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ലൈക്ക് ഒരു താഴ്ന്ന ഒരു ജാതിയിലുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീ പെണ്ണ് അതാണ് മെയിൻ ക്യാച്ച്. അതാണ് ഒരു പെണ്ണ് ഈ ഒരു രീതിയിൽ ഈ മേലോട്ടേക്ക് പോകുമ്പോൾ ലൈക്ക് അത് പറ്റില്ല എന്നുള്ള ആ ഒരു സംഭവത്തിലാണ് സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടില്. ഇത് ഈ പാട്രിയാർക്കൽ അല്ല ഈ ഗാങ്സ്റ്ററിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞതിന്റെ വഴിയിൽ ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ സംഘോട്ട്മൻ ജഡേജ, അതേപോലെ ഈ ഫൂലൻ ദേവി, ഹസീന പാർക്കർ, ഗംഗൂബായി, ഇനി ഇന്ത്യയിൽ ആദ്യത്തെ വുമൻ ഗാങ്സ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ തന്നെ പുത്ലിബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പഞ്ചാബില്. വെരി എന്താ പറയുക 1955 അത് മരണപ്പെട്ടത്, വെരി ഓൾഡ്.
അപ്പൊ അദ്ദേഹം ഇതേപോലെ തന്നെ പിന്നെ ഈ ഹസ്ബൻഡിന്റെ മരണത്തോടെ അത് ഏറ്റെടുക്കേണ്ടി വന്ന ആ ഒരു ഒരു സ്ത്രീയായിരുന്നു. ഇതേപോലെ തന്നെ ഇന്ത്യൻ ബാൻഡിറ്റ് ക്വീൻ തന്നെ അദ്ദേഹം അറിയപ്പെട്ടത് ഈ ഒരു സംഭവത്തിൽ. പിന്നെ ഇതിൽ തന്നെ ഫിലിമിന്റെ പറയുകയാണെങ്കിൽ ഫുലൻ ദേവിന്റെ ഇതില് ബാൻഡിറ്റ് ക്വീൻ എന്ന് പറഞ്ഞ ശേഖർ കപൂർ ശേഖർ കപൂർ ഒരുപാട് പക്ഷെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമയും കൂടിയാണ്. ഈ ഫുലൻ ദേവി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കതിലെ കാര്യങ്ങളൊന്നും എനിക്ക് തീരെ ദഹിച്ചിട്ടില്ല എന്ന് മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ പിന്നെ സംകോട്ട്മൻ ജഡേജന്റെ മൂവി ആർക്കെങ്കിലും കാണണമെങ്കിൽ ഗോഡ് മദർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി 1990s 99 തോന്നുന്നു, ലേറ്റ് 90s ഗോഡ് മദർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. ആ മൂവി നമ്മൾ ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങിയ ക്രിമിനൽസിൽ ഗാങ്സ്റ്റേഴ്സ് മാത്രമല്ല, ക്രിമിനൽസിൽ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അതില് ഞാൻ പറഞ്ഞോട്ടെ, സീരിയൽ കില്ലറിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ അതില് ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ത്യ വേൾഡിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 8ാമത്തെ വയസ്സിൽ 3 കൊലകൾ നടത്തിയ 8ാമത്തെ വയസ്സിൽ അതിലൊന്ന് ആ പയ്യന്റെ സിസ്റ്ററായിരുന്നു, പെങ്ങളെ തന്നെയായിരുന്നു കൊന്നത്. ആക്സിഡന്റ് അല്ല കൊന്നത് കരുതി കൂട്ടി ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നത്. അതെന്ന് വെച്ചാൽ 1988 ബീഹാറിൽ ജനിച്ചൊരു കുട്ടി അങ്ങനെ വളർന്നു. ഏകദേശം 7 വയസ്സ് വരെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. 7 വയസ്സ് വരെ കളിച്ച് നടക്കുക. അവന്റെ മെയിൻ ഹോബി അച്ഛൻ വാങ്ങി കൊടുത്തൊരു ടോയ്സ് ഉണ്ട്, അതിൽ തന്നെ പൊളിഞ്ഞൊരു കാറുണ്ട്, ആ കാറായിട്ട് കളിക്കുകയാണ് മെയിൻ ഹോബി. പിന്നെ കറങ്ങി നടക്കുക, ചുറ്റുപറ്റ പ്രദേശത്തൊക്കെ വെറുതെ കറങ്ങി നടക്കുക. അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊരു പയ്യൻ എങ്ങനെ സാധാരണ ലോൺ വുൾഫ് എന്ന് പറയുന്ന ലോൺ വുൾഫ് ടൈപ്പ്, അധികം ഫ്രണ്ട്സ് ഒന്നും ആക്കാതെ ഇങ്ങനെ കറങ്ങും. 7ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഇവന്റെ അമ്മായി, അത് അച്ഛന്റെ പെങ്ങള്, ചെറിയ കുഞ്ഞിനെ കൊണ്ട് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് അവിടെ വന്നു. അവനെ അമ്മയെ ഏൽപ്പിച്ചു, ഇങ്ങനെ വന്ന് എനിക്കൊന്ന് മാർക്കറ്റിൽ പോകേണ്ടതുണ്ട്, പിന്നെ ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ അനിയത്തിയും ആ സമയത്തുണ്ട്, ഏകദേശം സെയിം പ്രായമുള്ള. അപ്പോൾ അമ്മ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്ത് വെളിയിൽ ഇങ്ങനെ പോയ സമയത്ത് ഇവനെ കുട്ടിയെ, ഉറങ്ങുന്ന കുട്ടിയെ ചെവി പിടിച്ച് നുള്ളി. കുട്ടി കരഞ്ഞു. അത് ഇവനിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. റിയാക്ഷൻ കുട്ടി കരയുമുണ്ടാകുന്ന ഒരു സന്തോഷം, ഭയങ്കരമായിട്ടുള്ള ഒരു സാഡിസ്റ്റിക് പ്ലഷർ ഉണ്ട്. സാഡിസ്റ്റിക് പ്ലഷർ. അപ്പോൾ പിന്നെ കൂടുതൽ നുള്ളി കൈ പിടിച്ച് തിരിച്ചു. ഇവനൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ ആരായി. പിന്നെ എന്താ വെച്ചാൽ ഇവന് കഴുത്ത് പിടിച്ചു, കുട്ടിയെ കഴുത്തിൽ പിടിച്ചു പൊക്കിയിട്ട് അമർത്തി ഞെരിച്ചു. ആ കുട്ടി അങ്ങ് കൊന്നു. ഇത് 6 മാസം പ്രായമുള്ള കുട്ടി 7ാമത്തെ വയസ്സിൽ ഇപ്പം ചെയ്യുന്നത്. ചെയ്താണ് പിന്നെ ചിരിക്കുക. പിന്നെ ഇവ തട്ടിയിട്ടൊന്നും അനങ്ങാത്ത കാണപ്പോൾ ചിരിക്കുക. എടുത്ത് കൊണ്ടുപോയി കുട്ടിയെ കൊണ്ട് നേരെ വീട്ടിന്റെ ബാക്കിൽ ഒരു പറമ്പുണ്ട്, ആ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ഇഷ്ടി എടുത്തിട്ട് ആ കുഞ്ഞിന്റെ തല അടിച്ച് പൊളിക്കത് എന്താ പറയുക, ആ ഒരു അവസ്ഥയിലാക്കിയ ശേഷം പിന്നെ സ്വന്തമായിട്ട് കുഴി എടുത്തിട്ട് കുട്ടി അതിലിട്ട് മൂടി തിരിച്ചു വന്നു. ആ കാറായിട്ട്, അവന്റെ സ്ഥിരമായിട്ട് കളിക്കുന്ന കാറുമായിട്ട് കളിക്കും. അപ്പൊ അമ്മ തിരിച്ചു വന്നു. അമ്മ വെച്ചു, എടാ അവനോട് കുഞ്ഞിനോടെ. ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിനോടെ ഇവിടെ ഉണ്ടായിരുന്നെ. ഞാൻ കൊന്നു. കുട്ടി ചിരിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തൊക്കെ പറഞ്ഞു, ഞാൻ കൊന്നു. ആകെ ഷോക്കായി, ആകെ എന്താ പറയാ സിറ്റുവേഷൻ. അപ്പൊ പിന്നെ കളിക്കുന്നില്ല, തമാശ പറയുന്നതായിരിക്കും ഈ പയ്യൻ എന്താ. അങ്ങനെ പിന്നെ ഫുള്ള് പരതാൻ തുടങ്ങി. നീ എവിടെ ഒളിപ്പിച്ച് വെച്ച? ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂട്ടിയിട്ട് വീട്ടിന്റെ ബാക്കിലേക്ക് പോവാണ്. വീട്ടിന്റെ ബാക്കിൽ പോയിട്ട് ആ മണ്ണ് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഒളിപ്പിച്ച് വെച്ചു. ഷോക്കായി അലറി വിളിച്ചുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ കുഞ്ഞിന്റെ ചിന്നിച്ചിതറിയ തലയുള്ള കുട്ടി അവിടെ. അങ്ങനെ അമ്മ പോകുന്ന കേട്ടു. അച്ഛൻ വന്നു, കുറെ ഇടിച്ചു. പിന്നെ കുട്ടീനെ സ്വന്തം അമ്മ ഇല്ല, കുട്ടീനെ അമ്മ തിരിച്ചു വന്നു. അച്ഛനൊക്കെ വന്ന് അവിടെ ബഹളായി. ഇവരവിടെ കാല് പിടിച്ചു പോലീസിലാക്കരുത്, കാരണം ചെറിയ പയ്യനാണ്, ഇവന്റെ ഭാവി പോകും, ഇവന് അവിടെ സംഭവിച്ചു പോയതാ, ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാല് പിടിച്ചു. കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ ഈ ചെറിയ കൊല്ലപ്പെട്ട കുട്ടി ആണോ പെണ്ണോ എന്നുള്ളത് അറിയോ? പെൺകുട്ടിയാണ്. ഒബ്വിയസ്ലി. അപ്പൊ അങ്ങനെ ആ ഒരു കാലം നോർത്ത് പെൺകുട്ടി എപ്പോഴാണിത്? ഏകദേശം 88 ഏകദേശം 80-90 കാലഘട്ടത്തിൽ എമേഴ്സ്ഡായി വന്നോന്ന് അറിയില്ല. അങ്ങനെ എന്നിട്ട് അത് അപ്പൊ അവർ ചെയ്ത ഈ അമ്മ അച്ഛനും ചെയ്തിട്ട് ഈ കുട്ടിയെ അടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഒരു സൈക്കോളജിയോ അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് പറയുകയോ ചെയ്തില്ല, അവർ സംരക്ഷിച്ചു. അത് ഇവന് നമ്മളെ പക്ഷെ പറഞ്ഞ ബാല്യം കൂടി, ഇവന് ഒന്നും ആവില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു. ബാല്യം കൂടി വീണ്ടും ചെയ്യാൻ വേണ്ടി ടെൻഡൻസി കൂടി. പിന്നെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഇവന്റെ അനിയത്തി കുറച്ചും കൂടി വലുതായി. അങ്ങനെ ഒരു ഉച്ച സമയത്ത് പുള്ളിക്കുന്ന പുറത്തൊക്കെ കറങ്ങി വന്നപ്പോൾ അമ്മ അച്ഛനെ കിടന്ന് ഉറങ്ങുന്നു. ചെറിയ നാപ്പ് അടിക്കാൻ. കുട്ടി അടുത്ത് ഇങ്ങനെ കിടക്കുന്നു. ഇവനെ പിന്നെയും ആ ഒരു ഇത് തുടങ്ങി, കുട്ടിയെ പിച്ചാൻ തുടങ്ങി, മാന്താൻ തുടങ്ങി. കരയിൽ നിന്ന് കണ്ടപ്പോൾ കഴുത്തങ്ങ് പിടിച്ച് അമർത്തിയിട്ട് പൊക്കി. പണ്ട് ചെയ്ത അതേ കഥ. പൊക്കിക്കഴിഞ്ഞ ശേഷം അമ്മ എഴുന്നേൽക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ താഴെ ഇട്ടു. കുഞ്ഞ് അപ്പൊ അമ്മ ഈ ഞരക്കം കേട്ടിട്ട് എഴുന്നേറ്റ് പാലിനാവെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൽ കൊടുക്കാൻ കുട്ടി
വായ തുറക്കുന്നില്ല, അടിച്ചു നോക്കുന്നു, അവിടെ മരണപ്പെട്ടു. അപ്പൊ ഈ അമ്മക്ക് പിന്നെ തുടങ്ങി, അവനെ തന്നെ പിടിച്ചു. അവൻ സംശയം, നീ എന്താ ചെയ്ത്? ഞാൻ കൊന്നു. തിരിച്ചുകൊണ്ട് അവൻ പറയാം ഞാൻ കൊന്നു. കാരണം കൊന്നത് ഇത്ര വലിയ പാപമാണെന്ന് അവൻ മനസ്സിലാക്കി. അപ്പം ഞാൻ കൊന്നു. അതിന് നന്നായിട്ട് അടി കിട്ടി, അവനെ കെട്ടിയിട്ട് അടിച്ചു. അവൻ പറഞ്ഞു ഞാൻ കൊന്നല്ലേ ഉള്ളൂ, അതിന് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവൻ ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് അപ്പോഴും ഈ അമ്മയും അച്ഛനും സംരക്ഷിച്ചു, പോലീസിനടുത്ത് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരെന്താ ചെയ്തത്. പിന്നെ ഇവൻ പക്ഷേ അമ്മ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, എങ്കിലും ഇവൻ അധികം വീട്ടിലുണ്ടാവില്ല, രാവിലെ മുതൽ ഇറങ്ങാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം ഒരു സ്കൂളിൻ്റെ പക്കത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ചെറിയ കുട്ടി തൊട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ അവനൊരു ഭയങ്കര ആകാംക്ഷ തോന്നി, കുട്ടിയെ നോക്കി തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. പഴയ അറിഞ്ഞ് പിച്ച് ചെയ്തു. ആ കുട്ടി കരയാൻ തുടങ്ങി, എടുത്ത് പൊക്കിക്കൊണ്ടുപോയി സ്കൂളിന്റെ ബാക്കിൽ നേരെ കൊണ്ടുപോയിട്ട് ഇഷ്ടിയെടുത്ത് അടിക്കുക. ചെറിയ 6 മാസം ഇതേപോലെ കുഴിച്ചിട്ടു. തിരിച്ച് ഓൻ പിന്നെ ഒന്നും അറിയാത്ത പോലെ തിരിച്ചു പോയി വീട്ടിൽ പോയി അവൻ്റെ പഴയ കാർ എടുത്ത് കളി തുടങ്ങി. അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാർ കുഞ്ഞിനെ കാണുന്നില്ല, പരിഭ്രാന്തരായി അന്വേഷിച്ച് നടക്കാൻ നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞ് അവനെ അവിടുത്തെ പോയി നോക്കും, കാരണം 2 കുട്ടികളെ കൊന്ന ഒരാളാണ്. നേരെ അവൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഞാൻ കൊന്നു ചിരിച്ചുകൊണ്ട് അവൻ പറയാണ്. ആ സംഭവത്തോടു കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വന്നൊരു കൂസലില്ലാതെ സത്യം പറയുമ്പോൾ ഞാൻ പറയാം എനിക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് തരുമെന്ന്. ആ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. അവൻ തന്നെ കുട്ടി തന്നെ പറയാണ്. ഞാൻ ബ്രേക്ക് ചെയ്യാം, പല ഈ വേൾഡ് റിനൗണ്ട് ഈ സൈക്കോ കില്ലേഴ്സും ഇദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. പിന്നെ അത്രയും കോൺഫിഡൻറ്റ്, ഒരു കുസലും ഇല്ലാതെ. കാരണം പിന്നീട് അത് അവനെ ഇൻഫാന്റ് കുട്ടികളെ ജുവനൈൽ കോർട്ടിലേക്ക് മാറ്റി. ഇപ്പോഴും ഏകദേശം 28 വയസ്സായിട്ടുണ്ടാവും. എവിടെയാണ് എന്താണ് ഒന്നും ഒരു ഐഡിയ ഇല്ല. ആ സമയത്ത് കൊണ്ടാണ് ഇവന് മെന്റലി വളരെ അപൂർവമായിട്ടുള്ള രോഗമുണ്ട്. അതായത് സാഡിസ്റ്റിക് നേരത്തെ പറഞ്ഞ സാഡിസ്റ്റിക്. പിന്നീടായിരിക്കുമല്ലോ മനസ്സിലായി, പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ അസുഖം ഉണ്ട് എന്നുള്ളത്. സ്റ്റിൽ നമ്മൾ ഈ ഓരോ ഈ സൈക്കോ കില്ലേഴ്സിന്റെ ഒക്കെ ഈ ഇൻസൈഡ് സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ അല്ലെ നമ്മൾ കേട്ടില്ല, അയാളെ സാഹചര്യം ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് അല്ലെ. ഈ 8 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ജന്മന എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകല്യം ഉണ്ട് കുട്ടിക്ക്. പിന്നീട് അത് തന്റെ അമ്മയെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് കൂടെ അത് അവനെ ഇൻസ്പയർ ചെയ്തിട്ട് കൂടുതൽ ക്രിമിനൽ. ചിലപ്പോൾ നമ്മൾ ഈ വോൾട്ടയർ പറഞ്ഞ പോലെ ആയിരിക്കാം, സൊസൈറ്റി എ ക്രിമിനൽ ഗെറ്റ്സ് ഇൻ ദിസ് സൊസൈറ്റി ഡിസേർവ്സ്. The society gets a criminal that it deserves. വോൾട്ടയറോ അതേപോലെ പണ്ട് റിപ്പർ ചന്ദ്രൻ ജയിലിലായ സമയത്ത് ആണല്ലോ 14 ആൾക്കാരെ കാസർഗോഡ് ഒരു വർഷം കൊണ്ട് 85-86 കാലഘട്ടത്തിൽ ഒരു വർഷം കൊണ്ട് 14 ആളെ ഇഷ്ടിക ചുറ്റി അടിച്ചു കൊന്നിട്ട് ജയിലിലായി. അപ്പം വധശിക്ഷയ്ക്ക് വിധിച്ചു. അവസാനമായിട്ട് കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് റിപ്പർ ചന്ദ്രൻ. അപ്പൊ അയാൾ ഒരാഗ്രഹം ചോദിച്ചപ്പോൾ എനിക്ക് അമ്മയൊന്ന് കാണുന്നത്. അമ്മ ജയിലിൽ വന്ന് സംസാരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു. കെട്ടിപ്പിടിച്ചതിന് ശേഷം ചെവി പിടിച്ച് കട്ടിച്ച് വലിക്കുകയത് ചെയ്തു അമ്മയുടെ. പോലീസുകാർ ഓടി വന്ന് പിടിച്ച് മാറ്റി. പോലീസുകാർ അടി കൊടുത്തിട്ട് എന്താണ് സ്വന്തം അമ്മയെ ഇങ്ങനെ ചെയ്യുന്നത്? ആ അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഇന്നീ നിലവിലെത്തിയത്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിരുന്ന ചെറിയ ചെറിയ മോഷണങ്ങൾ അന്ന് ആ സമയത്ത് ഒന്ന് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു നമ്മളെ ചൈൽഡ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കണം. അവർ ശരിയായ രീതിയിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിൽ പല. പക്ഷെ അറ്റ്ലീസ്റ്റ് അതിലൊരു പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഞാനിങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാത്ത ഒരാളുണ്ട് നമ്മുടെ നാട്ടില്, കോഴിക്കോടുള്ള ജോളി എന്ന് പറഞ്ഞ. അത് കണ്ടിട്ടില്ലെങ്കിൽ ജോളി ജോസഫിന്റെ എന്താ പറയാ കറിയൻ സയനൈഡ് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡോക്യുമെന്ററി ഉണ്ട്. അതെ, അതിന്റെ അതേ ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ്, അതായത് ഫസ്റ്റ് മൂവിയാണ് ഉള്ളൊഴുക്ക്. ഫസ്റ്റ് ഡോക്യുമെന്ററി ആണ് എന്താ പറയാ കറിയൻ സയനൈഡ്. അതിന്റെ മുന്നേ വെറും ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു. ആളുടെ പേര് മറന്നുപോയല്ലോ ആളുടെ പേര്. കറിയൻ സയനൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രത്തോളം ജോളി കുടുങ്ങാൻ കാരണം അവരുടെ സിസ്റ്ററാണ് രജിയുടെ, അതായത് ജോളിയുടെ ഭർത്താവിന്റെ സിസ്റ്റർ രഞ്ജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൗട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ആ ഡൗട്ട് കൊടുത്തും പിന്നീട് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട്. ഞാൻ ആ സീരീസ് കണ്ടിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ആ സീരീസിൽ ഒന്നും ഓർമ്മയില്ല. ചിലപ്പോൾ ആ സീരീസ് അത്രയും നല്ലതായോണ്ടായിരിക്കാം. കാരണം I didn't see that as or saw that as a series. ഞാൻ ആരോ പറയുന്ന ആ സംഭവം കേൾക്കുന്ന പോലെ ഞാൻ കേട്ട ഭയങ്കര ട്രോമയിലായിപ്പോയി. അത് കണ്ടപ്പോൾ ഈ ഒരാള് ഒരു എത്രയോ സൈക്കോ കില്ലേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സൈക്കോ കില്ലർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
പക്ഷേ ഒരു ഇൻസൈഡ് ദ ബോക്സ് നിന്നുകൊണ്ട് എല്ലാ സൈക്കോ കില്ലേഴ്സും നമ്മൾ അവർ കൃത്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണൂല, പിന്നെ അടുത്ത ചെയ്യാൻ വേണ്ടിട്ട് അവർ വരിക. ഇതിലുള്ള പ്രത്യേകിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ജോലി ചെയ്യണമെന്ന് ഭർത്താവിന്റെ അമ്മ നിർബന്ധിച്ചപ്പോൾ അമ്മയും എല്ലാ സൈഡ്, കാരണം ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടാണ് അമ്മയെ തട്ടി. അമ്മ കഴിഞ്ഞ് പിന്നെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പോകുമ്പോൾ അച്ഛൻ, ഭർത്താവിന്റെ അച്ഛൻ മുന്നിൽ അച്ഛനെ, ഭർത്താവിന്, പിന്നെ ഒരു റിലേഷൻ, ഒരു എക്സ്റ്റേണൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ ഭാര്യയെ കൊന്നു, കുഞ്ഞിനെ, ചെറിയ കുട്ടിനെ. അതെ, ആ സീരിയൽ കില്ലറിന്റെ കാര്യത്തിലൊക്കെ വളരെ സ്വന്തം ഭർത്താവ് നമ്മുടെ നാട്ടിലപ്പോ ലൈക്ക് നമ്മള് പിന്നെ എണ്ണി തിട്ടപ്പെടുത്താണെങ്കിൽ ഇതൊന്നുമല്ല ലൈക്ക് ക്രിമിനൽസ് ഓർ ഗാങ്സ്റ്റേഴ്സ്. ഇനിയും നമ്മൾ ചിലപ്പോ അറിയാത്ത ഒരുപാട് പേരുകൾ ഉണ്ടാവും. ചിലപ്പോ ഇനി നമ്മൾ കാണുന്ന നമ്മളെ ഫ്രണ്ട്സ് ഇതിൽ കമന്റ് ചെയ്യട്ടെ, ഓർക്കും കൂടി ഒരു ഇത് കൊടുക്കാം. നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ്. ഇനിയിപ്പോ ഈ ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പം കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആരൊക്കെ ആയിരിക്കും? ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഇപ്പം എന്താ പറയുക, നമ്മളെ ഇതിൽ പറയുന്ന പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലല്ലായിരുന്നു അതിൽ പറയുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടുള്ളൂ. അതായത് നമ്മള് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണെങ്കിലും ഭയങ്കര നമുക്ക് ഇന്ത്യക്കാർക്ക് സ്വന്തം പോലെയാണ് ചാൾസ് ശോഭരാജ് ഉള്ളത്. കാരണം അയാൾ ഇന്ത്യക്കാരനൊന്നുമല്ല, ഹീസ് ഫ്രഞ്ച് വിയറ്റ്നാമീസ്. നമുക്ക് ആ പേര് കേൾക്കുന്നതിലുള്ള ഒരു ശോഭരാജ് ശോഭരാജ്. അതെ. അപ്പം ഇയാളുടെ വിളിപ്പേരും അയാളുടെ പേരിൽ ഡോക്യുമെന്ററി ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, ദ സെർപ്പന്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടില്ല. ദ സെർപ്പന്റ് നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചാൾസ് ശോഭരാജ് ഭയങ്കര ക്രിമിനലാണ്, എന്താ പറയാ, ഇന്റർപോൾ ഒരുപാട് കാലം അന്വേഷണം നടന്നതാണ്. നമ്മുടെ സുകുമാരക്കുറുപ്പിനെ പോലെ ഇന്റർപോൾ ഒരുപാട് നടന്നിട്ട് കിട്ടാത്ത ആളാണ് എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും എന്താണ് ശോഭരാജ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ ഡോക്യുമെന്ററി കാണുന്നവരെ. ഇയാൾ എന്താ ചെയ്തിരുന്നത് അറിയാം? ഇയാൾ തായ്ലൻഡ് ബേസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം തായ്ലൻഡും മറ്റേ നേപ്പാളിലും പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇയാളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ഇയാൾക്കൊരു ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്നിട്ട് അയാൾ ഈ വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരെ ഡ്രഗ് ചെയ്തിട്ട് അവരുടെ പാസ്പോർട്ട്, ആ സമയത്ത് 70s കേട്ടോ, അതായത് അവരുടെ പാസ്പോർട്ട് എടുത്തിട്ട് അത് വിൽക്കുകയാണ് അത് ചെയ്യുക. അപ്പം അത് അന്ന് പാസ്പോർട്ട് മാറ്റാൻ എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമായിരുന്നു, ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കാൻ വരുന്ന കപ്പിൾസ് ആയിട്ടുള്ള ഒരു ഹിപ്പി 70s ഒരു ഹിപ്പി റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഹിപ്പി റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ പറയുന്ന വെസ്റ്റേണേഴ്സ് ട്രാവൽ ചെയ്യുമ്പം അവരെ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ വെച്ചിട്ട് അവരെ ആ ലോഡ്ജിൽ താമസിപ്പിച്ച് ഇയാൾ പറഞ്ഞതാക്കുന്നത് ഞാനൊരു ജെംസ് ഡീലറാണ്. അപ്പം ആ രീതിയിൽ അവർക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ അടുത്ത് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ജെംസ് ഡീൽ ഇതാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള പൈസയും സാധനങ്ങളും പ്ലസ് ഈ പറയുന്ന പാസ്പോർട്ടും ഇത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൊന്ന ആളാണ് ശോഭരാജ്. അതും സാധാരണ സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, മോഡസ് ഓപ്പറാൻഡി. അതായത് റിപ്പർചന്ദ്രന്റെയും അങ്ങനത്തെ പല എന്താ പറയാ, ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞിട്ട് US വേറൊരുണ്ട്. അപ്പം അവർക്കൊക്കെ എന്ന് പറയുന്നത് ചുറ്റിക അങ്ങനെ സാധനത്തിൽ തലക്കെട്ട് അടിച്ചു കൊല്ലുക എന്നുള്ള. ഒരു മൂവി ഉണ്ടല്ലോ നമ്മള് CBI മറ്റേ CBI അല്ല, സേതുരാമയ്യർ CBI അതില് പിന്നെ മണിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എന്താണ് ഈശോ എന്നാണ് വിളിപ്പേര് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ തലക്കടിച്ചു കൊല്ലുക. അപ്പൊ ഇവർക്കൊക്കെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. ശോഭരാജിന്റെ ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറയുന്നത് ഒരു മോഡസ് ഓപ്പറാൻഡി ഇല്ല എന്നുള്ളതാണ്. ചില ആൾക്കാരെ കഴുത്ത് നിറച്ച് കൊല്ലും, ചില ആൾക്കാരെ പിന്നെ തലക്കടിച്ചു കൊല്ലും, ചില ആൾക്കാരെ മുക്കിക്കൊല്ലും, ചില ആൾക്കാരെ കത്തിച്ചു കൊല്ലും. അപ്പം ഇതൊക്കെ ഡ്രഗ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഫസ്റ്റ് പിടിക്കപ്പെട്ടതിന് ശേഷം ഇയാൾ ജയിലിൽ ചാടിയിട്ട് ഒരുപാട് കേസസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇനി ആകെ, അതായത് ഇന്റർപോളിന്റെ സിസ്റ്റത്തിൽ ആകെ അങ്ങേർക്ക് പിന്നെ ജയിലിലാക്കപ്പെടാൻ ചാൻസുള്ള വളരെ കുറച്ച് രാജ്യങ്ങൾ ഒന്നായിരുന്നു നേപ്പാൾ. ഇയാൾ എന്താ ചെയ്തെന്നറിയോ? എനിക്ക് തോന്നുന്നു 2003 ഇയാൾ നേപ്പാളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഒരു ഫോട്ടോ എടുക്കാണ് നേപ്പാൾ പിന്നെ എയർപോർട്ടിന്റെ പുറത്ത് നിന്നിട്ട്, ഞാനിതാ ഇവിടെ കാത്മണ്ഡു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത്
അത് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയാ മിസ്റ്ററിയാണ്. എന്തിനാണ് ഇയാള് ആ സമയത്ത് നേപ്പാളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഞാനിതാ നേപ്പാളിൽ എത്തിയിരിക്കുന്നു, എന്നെ പിടിക്കണമെങ്കിൽ വന്ന് പിടിച്ചോ എന്ന് പറയുന്ന പോലെ വന്ന് നിന്നിട്ട് പിന്നെ ഫോട്ടോ ഇടുന്നു. അത് നേരെ വന്ന് നേപ്പാൾ പോലീസ് വരുന്നു, അയാളെ പിടിക്കുന്നു, 19 കൊല്ലം ജയിലിലുണ്ടാവും. ചെറുതല്ല, 19 കൊല്ലം പിന്നെ നേപ്പാൾ ജയിലിലുണ്ടായിട്ട് 2022 ശോഭരാജ് ജയിലിന് പുറത്തിറങ്ങുന്നത്, 19 വർഷത്തിന് ശേഷം. ഇപ്പം ഇതുപോലെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ പുറത്തിറങ്ങിയ വാർത്ത ഞാൻ കണ്ടായിരുന്നു. ഈ ശോഭരാജ് പുറത്തിറങ്ങിയ ഭാര്യ ഇതില് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഉണ്ടായിരുന്ന ആളുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ ശോഭരാജ് എന്നൊക്കെ പറയുന്ന ഒരു സീരിയൽ കില്ലർ, ഒരു സ്മോൾ ടൈം ക്രിമിനൽ. ഇതൊക്കെ ഡ്രഗിന് ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം. ഇത് ഫസ്റ്റ് പിടിക്കപ്പെടുന്നത് ഇയാളാണ് കൊല്ലുന്നത് എന്ന് ഫസ്റ്റ് പിടിപ്പിക്കപ്പെടുന്നത് ഒരു 14 പേരുള്ള ഒരു ഗ്രൂപ്പിന്, ഒരു ഫ്രഞ്ച് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് അതിൽ 2 or 3 പേര് എന്ത് ചെയ്യുന്നില്ല, അത് എടുക്കുന്നില്ല, കുടിക്കാണ്ട് ഇയാളെ കൊല്ലുന്ന കണ്ടിട്ട് അങ്ങനെയാണ് അതോറിറ്റീസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നത് ഈ ഡ്രഗ്സ് വെച്ചിട്ട്. പക്ഷെ ശോഭരാജ്, നമുക്ക് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്കൊരു ഭയങ്കര ഒരു ഇമേജ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഇതിൽ എന്താ പറയുക, ദി മോസ്റ്റ് നൊട്ടോറിയസ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് നൊട്ടോറിയസ് എന്ന് പറയുന്നത് നമ്മുടെ എസ്കോബാറാണ്, പാബ്ലോ എസ്കോബാർ. അത് നാർക്കോസ് എന്ന് പറഞ്ഞ സീരീസ് മാത്രമല്ല, ഒരുപാട് എന്താ പറയാ ഡോക്യുമെന്ററീസ് ഉണ്ട്. പാബ്ലോ എസ്കോബാർ, എമീലിയോ ഗവീരിയ അല്ലേ, അത് വെച്ചിട്ട്. അപ്പം ഇതും അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരിൽ നിന്ന് വന്നിട്ട്, ഏറ്റവും താഴേക്കരയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്, ഡിഫറൻസ് എന്താ അറിയോ, എസ്കോബാറിന്റെ സ്റ്റേറ്റഡ് എയിം എന്ന് പറഞ്ഞിരുന്നത് ഐ വോണ്ട് ടു ബി ദ പ്രസിഡന്റ് ഓഫ് കൊളംബിയ എന്നാണ്. അതില് എസ്കോബാർ ഒരു ഡീൽ മേക്കർ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, അതായത് എസ്കോബാറിന്റെ പ്രൈമിൽ എത്ര പൈസ ഒരു ദിവസം എസ്കോബാർ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഗസ്. അതൊന്നും പോരാ, ഒരു 50 കോടി കൂട്ടിക്കും ഒരു ദിവസത്തില്. ഒരു 50 കോടി, 100 കോടി, 300 മുതൽ 400 കോടിയാണ് ഒരു ദിവസം ഉണ്ടാക്കിയത്. ഒരു ദിവസം. ഗസ്സിനും അപ്പുറമാണെന്ന് ഉദ്ദേശിച്ചത്. 100 കോടി, 400 കോടി, 400 കോടി ഒരു ദിവസം ഉണ്ടാക്കിയത്. അതായത് ഒരു പ്രാവശ്യം അതിന്റെ ജസ്റ്റ് പൈസ എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്ത, അല്ലെ എന്ത് വില അയാൾ കൊടുത്തിട്ടുണ്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പിന്നെ അതോറിറ്റീസ് വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ മെയിൻ വീട് റെയ്ഡ് ചെയ്യാണ്. ഇയാൾക്ക് ഒരുപാട് വീടുകളുണ്ട്. അപ്പം മെയിൻ വീട്, അയാൾ താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യാണ്. അവിടുന്ന് അയാൾ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിലാണ് ഇയാൾക്ക് ഇത് കിട്ടിയത്. രായ്ക്ക് രാമാനം എന്ത് ചെയ്യാണ്, അവിടുന്ന് പിന്നെ കുടുംബത്തെയും കൂടെയുള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാരെയും കൂടി പോവാണ്. എന്നിട്ട് വേറൊരു വീട്ടിലേക്ക് പോവാണ്. വേറെ വീട്ടിൽ പോയപ്പം അവിടെ ഭയങ്കര തണുപ്പ്. അവിടെ ഫയർ പ്ലേസ് ഉണ്ടാവും അവിടുത്തെ. അവിടെ നോക്കുമ്പം അവിടെ എത്തിയപാട് എന്തില്ല, വിറകില്ല ഫയർ പ്ലേസ് കത്തിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വീടുകളിലും ഇയാളുടെ ഒരുപാട് പൈസ, ക്യാഷ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇയാൾ എന്താ ചെയ്തെന്നറിയോ? $7 മില്യൺ. $7 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എത്ര, 70 കോടി ഉറുപ്പ്യ അല്ലേ? 70 കോടി, 70. ഓക്കെ, 70 കോടി ഉറുപ്പ്യാണ് മോൾക്ക് തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് തണുപ്പ് മാറ്റാൻ വേണ്ടി കത്തിച്ചത്. അതേപോലെ ഞാൻ കേട്ടത്, ഇയാൾ ഈ പിന്നെ ഈ ഡ്രഗിൽ നിന്ന് ഇതിന്ന് വരുന്ന പൈസകള് പിന്നെ ഈ കെട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡിന് പോലും എത്രയോ മില്യൺസ് ചെലവാക്കുന്ന ആളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതും ആ സമയത്ത് ഇയാൾ പൈസ ഒരു ഇവർക്ക് ഡ്രഗിലൂടെ പൈസ ഉണ്ടാക്കാം, പക്ഷെ ഇത് വെളുപ്പിക്കുക എന്ന് പറയുന്നത് വേറെയാണ്. മണി ലോണ്ടറിങ് ഭയങ്കര എന്താ പറയുക, ഇവർക്ക് പൈസ യൂസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് വെളുപ്പിക്കണം. അത് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ അവർക്ക് വെപ്പൺസ് വാങ്ങിക്കാൻ കാര്യങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്യാഷ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവർക്ക് വെളുപ്പിക്കണില്ല. അപ്പോൾ കുറേ മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഓപ്പറേഷൻസിന്റെ പ്രൈമറി ആയിട്ടൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഡ്രഗ് മണി വെളുപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുകളിൽ. അപ്പം ആ വെളുപ്പിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന ക്യാഷ് ഉണ്ടല്ലോ പല പല സ്ഥലത്ത് കുഴിച്ചിട്ടിരുന്നുണ്ട്. അതായത് അവിടെയുള്ള, അതായത് പിന്നെ മെഡയി എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ അതെ, പിന്നെ എസ്കോബാറിന്റെ മെഡയി എന്ന് പറയുന്ന കൊളംബിയയിലുള്ള സ്ഥലത്താണ് എന്ത് നടക്കുന്നത്. ബൈ ദ വേ, നമുക്കൊക്കെ കൊളംബിയ, മെഡയി എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഒരു നൊട്ടോറിയസ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ.
അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് കൊളംബിയ ലോകത്തുള്ള. അപ്പം എന്നോട് ചോദിക്കണമെങ്കിൽ 3 സ്ഥലങ്ങളാണ് പറയാം. ഒന്ന് കൊളംബിയ, ഒന്ന് പിന്നെ ഇസ്താംബുൾ ടർക്കി, വേറൊന്ന് എന്താ പറയുക കാലിഫോർണിയ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊളംബിയ. അവിടെ വന്നിട്ട് മെഡെയിൻ കാർട്ടലിന്റെ ഹെഡായിട്ടാണ് ഇയാൾ വരുന്നത്. ഇയാൾ മെഡെയിൻ കാർട്ടലിന്റെ ഹെഡായിട്ട് വന്നിട്ട് അവിടെയുള്ള എന്താ പറയുക അവിടെ എല്ലാവരും ബൈ ഔട്ടാണ് ചെയ്യുന്നത്. ഈ ഹിസ് സ്റ്റൈൽ വാസ് എന്താ പറയുക പൈസ കൊടുക്കുക, ഇതാക്കുക, ഞാൻ ഡീൽ ഉണ്ടാക്കുക. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്, നിനക്ക് സിൽവർ വേണോ അതോ ലെഡ് വേണോ, പ്ലാത്ത ഓ പ്ലോമോ. ഒരു രക്ഷയില്ലാത്തതാണ്. ഞങ്ങളുടെ കൂടെ ചേരുക അല്ലെങ്കിൽ മരിക്കാൻ റെഡി ആവുക. അതെ, പെട്ടെന്ന് മുറിരണം, അത്രേ ഉള്ളൂ. അപ്പം അതും ഒരുവിധം എല്ലാവരെയും ബൈ ഔട്ട് ചെയ്തിരുന്നു ഇയാള് ഇതിലുള്ള. പ്ലസ് ബൈ ഔട്ട് ചെയ്തത് മാത്രമല്ല, ഇയാൾ ഒരുപാട്, കാരണം ഇയാൾക്ക് പ്രസിഡന്റ് ആണല്ലോ, പ്രസിഡന്റ് ആവാൻ പോപ്പുലർ സപ്പോർട്ട് വേണം. പോപ്പുലർ സപ്പോർട്ട് ഉണ്ടാവാൻ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് സിവിലിയൻസിനെ കയ്യിലെടുക്കുക, അങ്ങനെ എടുത്തിരുന്നു. അങ്ങനെ എടുത്തിട്ട് ഓൾമോസ്റ്റ്, അതായത് പ്രസിഡന്റിന്റെ ആ ഇതിലേക്ക് ഇലക്ഷനിലേക്ക് എന്താണ് അയാൾ എലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് ഇലക്ഷനിൽ അവിടെ ഒരു നമ്മൾ പറയില്ല ഒരു എം പി പോലെതായിട്ട്. എന്നിട്ട് ഫസ്റ്റ് ഡേ പാർലമെന്റിലേക്ക് പോകുന്ന സമയത്താണ് അവർ ഇത് കൊണ്ടുവരുന്നത്. എന്താ പറയാ, ഈ പഴയ ഒരു കേസ് കുത്തിപ്പൊക്കുന്ന ചെറിയൊരു കേസുണ്ട്, ആ കേസ് കുത്തിപ്പൊക്കിയിട്ട് ഇയാളെ പോവാണ്ടാക്കാതിരിക്കുന്നത്. അത് ഇയാൾക്ക് ഭയങ്കരമായിട്ട് അയാളുടെ ഡൗൺഫോൾ തുടങ്ങുന്ന അവിടെയാണ്. ഇയാൾ ശരിക്കും എസ്കോബാറിന് പ്രസിഡന്റ് ആവണം എന്നുള്ള വാശിയില്ലായിരുന്നെങ്കിൽ ഇയാളെ തൊടാൻ പറ്റില്ലായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് മോസ്റ്റ് വാണ്ടഡ് ആയി നിൽക്കുന്ന സമയത്ത്, അതായത് ഗ്ലോബലി മോസ്റ്റ് വാണ്ടഡ്, US ദി മോസ്റ്റ് വാണ്ടഡ്. കാരണം ഇയാളുടെ ഏറ്റവും കൂടുതൽ പിന്നെ മയക്കുമരുന്ന് കൊക്കൈൻ പോകുന്ന എങ്ങോട്ടേക്കാണ്? US-ലേക്കാണ്. ഇയാള് കുടുംബമായിട്ട് അമേരിക്കയിൽ പോവുക മാത്രമല്ല, ഈ ശോഭരാജനെ പറഞ്ഞ പോലെ വൈറ്റ് ഹൗസിന് മുന്നിൽ വന്നിട്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ ഇട്ടിട്ട് പബ്ലിക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത്രക്കധികം എന്താ പറയാ, അത്ര അറഗൻസ്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ അറഗൻസ് എന്നുള്ളത്, ഞാൻ എസ്കോബാറാണ്, ഞാനിവിടെ വന്ന് നിങ്ങൾ എന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് വെച്ചാലും ഞാൻ നിങ്ങളുടെ വൈറ്റ് ഹൗസിന് മുന്നിൽ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇടും അതിന് മുകളിൽ. ആ രീതിയിൽ അത് ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, അമേരിക്കയിലെ ജയിലറകളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊളംബിയയിലെ ശവക്കല്ലറയാണെന്ന് പറഞ്ഞിട്ട്. അത് എന്താ പറയാ, ഞാൻ എസ്കോബാറായിട്ട് കമ്പയർ ചെയ്യല്ല. ഇത് പിന്നെ നമ്മളെ ഗസയില് പിന്നെ യഹ്യ സിൻവർ ആണല്ലോ ഇപ്പം എന്താ പറയാ ഹമാസിന്റെ ചീഫായിട്ടുള്ള ആള്. അവിടെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ പറയുന്നുണ്ട്, പിന്നെ നെതന്യാഹു ഒരു ഇതിൽ പറയുന്നുണ്ട്, യഹ്യ സിൻവർ ഇസ് എ ഡെഡ് മാൻ വാക്കിംഗ്. അതായത് അവൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു, ഏത് സമയം കൊല്ലപ്പെടും എന്ന് പറഞ്ഞിട്ട്. ആ പ്രസ്താവന ഉണ്ടായതിന്റെ പിറ്റേ ദിവസം അവിടെ യഹ്യ സിൻവർ പബ്ലിക്കായിട്ട് വന്നിട്ട് അവിടെ ബോംബിട്ട് നശിപ്പിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു ചെയറിൽ അവിടെ നിന്നിട്ട് കാലും കയറ്റി വെച്ചിട്ട് ഫോട്ടോ ഇടുന്നുണ്ട്. അതായത് ഓപ്പൺ ചാലഞ്ച് എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, നിന്നെ കൊണ്ട് എന്താ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പം ആ രീതിയിൽ അപ്പം എസ്കോബാറിന്റെ അതേപോലെയായിരുന്നു എസ്കോബാറിന്റെ ഇതുണ്ടായിരുന്നു. എസ്കോബാറിന്റെ വേറൊരു തമാശ ഉണ്ടായിരുന്നല്ലോ, അതാണ് വേറൊരു തമാശ. അതായത് അവസാനം ഇത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡ്രഗ്സ് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഇപ്പം DEA എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് US ഈ ഡ്രഗ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം എന്താ പറയുക CBI എന്നൊക്കെ പറയുന്ന പോലെ, CBI FBI എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് DEA എന്ന് പറയുന്നത്. അപ്പം ഡ്രഗ് കൺട്രോൾ ഇതാക്കുന്നത്. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയുക ഡ്രഗ് ട്രാൻസ്ഫറും കാര്യങ്ങളും ട്രേഡൊക്കെ നടക്കുന്നത്. ഇവരുടെ ഒരു ഇതിലാണ് നടക്കില്ല. ആ കഥ പറഞ്ഞാൽ വേറെ ഒരുപാട് പറയേണ്ടി വരും, അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവർ ഒരു സമയത്ത് ഇവർ തീരുമാനിക്കുകയാണ് എന്ത്, നമുക്ക് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടെങ്കിലും ഈ പറയുന്ന എന്ത് നടക്കണം, പിന്നെ എസ്കോബാറിനെ പിടിക്കണം എന്നുള്ളത്. കാരണം ഈ എസ്കോബാർ ഇവിടേക്ക് വരുന്ന, അതായത് എസ്കോബാർ എക്സ്പോർട്ട് ചെയ്ത് കൊക്കൈൻ ചെയ്തിട്ട് ഒരു വൈറ്റ് ഗേൾ, എനിക്കൊന്ന് 17-18 വയസ്സായിട്ടൊരു വൈറ്റ് ഗേൾ എന്താ ഓവർഡോസ് മരിക്കുകയാണ്. അതോടുകൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് റൊണാൾഡ് റീഗൻ ആയിരുന്നു US പ്രസിഡന്റ്. റൊണാൾഡ് റീഗൻ വന്നിട്ട് എന്താ പറയാ, ഞങ്ങൾ ഈ പറയുന്ന സാധനത്തിന് ആൾക്കാരെ മുന്നിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ എസ്കോബാറിനെ പോലത്തെ ആൾക്കാരൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിതാക്കുന്നത്. അവസാനം അവര് കൊളംബിയൻ ഗവൺമെന്റുമായിട്ട് സംസാരിക്കുന്നു. കൊളംബിയൻ ഗവൺമെന്റ് പിന്നെ എസ്കോബാറായിട്ട് പറയുന്നത്,
ഇനി നിങ്ങൾക്ക് പറ്റില്ല, നമുക്കൊന്ന് എന്താ പറയാ നിങ്ങളെ അറസ്റ്റ് ചെയ്യണം, ഒന്ന് നിന്ന് തരുമോ എന്നുള്ള രീതിയിൽ അവസാനം നെഗോസിയേഷൻ. അതായത് ഒരു ഗവൺമെന്റ് അവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലിനായിട്ട് എന്താ പറയുക നെഗോഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളെ ഏതൊരു സിനിമയുണ്ട്, ഞാൻ ആ കയ്യാമ ഒന്ന് വെച്ചോട്ടെ എന്ന് പറയുന്ന പോലെ. അപ്പം എസ്കോബാർ പറയുന്നത് ഓക്കെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോ, പക്ഷെ ജയിൽ എന്റേതായിരിക്കും, ജയിൽ ഞാൻ ഉണ്ടാക്കും. ഇയാള് പോയിട്ട് നാർക്കോസ് പോയി കഴിഞ്ഞാൽ കാണാം. അതായത് ഇയാളുടെ പിന്നെ ജയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വെച്ചാല് നമ്മൾ പറയില്ലേ ഗ്രീൻ ഫീൽഡ് എന്നൊക്കെ പറയില്ലേ, സ്ഥലം കണ്ടുപിടിച്ച് അതിന്റെ പ്ലാൻ ഉണ്ടാക്കി അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഫെസിലിറ്റിയും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജയിലുണ്ടാക്കുന്നത്. ആ ജയിലിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റിയും, അവരുടെ എന്താ പറയാ സ്നൂക്കറും ബാസ്കറ്റ് ബോളും സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഈവൻ എന്താ പറയാ അങ്ങേർക്കും അങ്ങേരുടെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, ഞാൻ എൻ്റെ ഗ്യാങ് പോയിട്ടാണ്, ആ ഗ്യാങ് മൊത്തമാണ് പ്രസിഡന്റിലുള്ളത്. അങ്ങനെ വന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത് അവിടെ പിന്നെ എസ്കോബാർ വരുന്നത്. ആ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യരാണ് ഇയാള്. അതേപോലെ കേട്ടിട്ടുണ്ട് ഈ എസ്കോബാറും ഈ ഹിപ്പോകളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ട് ഫാക്ട് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ ഇപ്പൊ പറയുന്ന ആ ഒരു മാൻഷൻ ജയിൽ എന്ന് വേണേൽ പറയാം, ഈ മാൻഷൻ ജയില് ഈ മൂപ്പര് ഹിപ്പോകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ ഈ ഹിപ്പോകളെ വളർത്തിയിരുന്നു മൂപ്പര്, ഹിപ്പോപ്പൊട്ടാമസിനെ ഒരുപാട് ഹിപ്പോപ്പൊട്ടാമസിനെ അവിടെ വളർത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ ആ കാലത്തിനൊക്കെ ശേഷം പിന്നെ ആ ഹിപ്പോകൾ പിന്നെ കൊളംബിയ നദിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് പിന്നെ പെരുകി ലൈക്ക് ഒരുപാട് ആൾക്കാരെയും ഈ വാഹനങ്ങളെ ആക്രമിക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു ബാറിൽ ഏറ്റവും ഹൈ ആയിട്ട് നിന്നിരുന്ന ഒരു ആക്രമണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ആന ആക്രമണം, അതേപോലെ ഈ പുലി ആക്രമണം എന്നൊക്കെ പറയുന്ന പോലെ കൊളംബിയയിൽ മനുഷ്യന്മാരെയും വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഞാൻ ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ചേഞ്ച് പറയായിരുന്നു. ലൈക്ക് ആ ഒരു രീതിയിലേക്ക് ഹിപ്പോകള് പെരുകി വളർന്ന് ഒരുപാടായി എന്നുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അയാളെ കൊണ്ട്. അങ്ങനെ പിന്നെ ഇയാളെ ഈ അവസാനമൊക്കെ എല്ലാ ഈ ഡ്രഗ് ലോഡ്സിനെയും അല്ലെ എല്ലാ ഗാങ്സ്റ്റേഴ്സിനെയും പോലെ പക്ഷെ ഒരുപാട് പരിതാപകരായി പോയാ. അല്ല അതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇയാളെ മരിക്കുന്നത് വെറും 44-ാമത്തെ വയസ്സിലാണ്. അതെ, 44-ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം കോടി റുപ്യയുടെ ആസ്തി ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥയിൽ. 6 ലക്ഷം ചിന്തിക്കുന്നില്ല, കാരണം ചിന്തിച്ച ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇതൊക്കെ എനിക്ക് വന്നിപ്പോ റീസെന്റ് അതിനേക്കാൾ മുമ്പൊക്കെ 1899 ജനിച്ച ഒരു വലിയൊരു പോലീസ് ഉണ്ട് 99 അൽ കപ്പോൺ അല്ലേ? അതായത് ചില പേര് അലക്സാണ്ടർ ഗബ്രിയേൽ കപ്പാനോ, അത് ഷോർട്ടായിട്ട് അൽ കപ്പിനോ. ഇറ്റാലിയൻ അല്ലേ? ഇറ്റാലിയൻ ആണ്, പക്ഷെ ജനിച്ചതൊക്കെ അമേരിക്കയിൽ ചിക്കാഗോയിൽ അവിടെയൊക്കെ. ഇയാളുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണോ മറ്റേ സ്കാർഫേസ് ഉള്ളത്? അതിൽ രസകരമായിട്ട് ഇയാളിപ്പോ ജനിച്ച 6-ാമത്തെ വയസ്സിൽ സ്കൂൾ ടീച്ചറെ ഇടങ്ങാറാക്കി. സ്കൂൾ ടീച്ചറെ ബുദ്ധിമുട്ടിച്ച് അവിടുന്ന് പ്രശ്നമായി സ്കൂളിൽ നിന്ന് പുറത്താക്കി ബ്ലാക്ക് മാർക്ക് ഇട്ട് പിന്നെ ആ ഏരിയയിലൊന്നും ഇവന് സ്കൂളിൽ ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അതിനുശേഷം പിന്നെ ചെറിയ ഗുണ്ടായിസും അടിയും പിടിയും അതൊക്കെ ആയിട്ട് ജനം വളർന്നു വന്നു. പിന്നീടാണ് ഹോട്ടലുകളിലും ബാറിലൊക്കെ കയറിയിട്ട് അവിടെ വെയിറ്റേഴ്സും അവിടെയുള്ള പിന്നെ സപ്ലയർ ഇതൊക്കെ ആയിട്ടാണ് ജീവിതം പോകുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ആണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ നേരെ ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് അവളെ ചീത്ത പറയാം, ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതാണപ്പോൾ ഇവിടെ അടുത്തിരിക്കുന്ന അവൾ ബ്രദറായിരുന്നു, എഴുന്നേറ്റ് കൈകെട്ട് കത്തി എടുത്തുകൊണ്ട് ഒരു വരവരഞ്ഞ. അതാണ് ഇവിടെ ഇങ്ങനെ പിന്നീട് ജീവിതകാലം മുഴുവൻ അതാണ് സ്കാർഫേസ്. പിന്നീടാണ് നോട്ടോറിയസ് ആയിട്ട് അറിയുന്നത് സ്കാർഫേസ്. പിന്നീട് കുറെ ഒക്കെ കഴിഞ്ഞ് ചെറിയ ഗ്യാങ് ജോൺ ടെറി എന്ന് പറയുന്ന ഒരു വലിയ ഗാങ്സ്റ്റർ ഉണ്ട്, അയാളെ കീഴിലൊക്കെ ചെറിയ കൊള്ളസംഘവും അടിയും പിടിയും കുലുമാലൊക്കെ ഇടുന്നത്. ട്വിസ്റ്റ് ആണെന്ന് വെച്ചാൽ 1920 അമേരിക്ക ഒരു വലിയൊരു നിയമം കൊണ്ടുവന്നു, മദ്യനിരോധനം. ആ ഏരിയയിൽ അമേരിക്ക എന്ന് പറഞ്ഞ വലിയ രാജ്യത്ത് മുഴുവനായിട്ട് ഒരു ദിവസം കൊണ്ട് മദ്യനിരോധനം കൊണ്ടുവരാം. 1920 ഒരു 33 വരെ ഉണ്ടായിരുന്നത് ആ മദ്യനിരോധനം എന്ന് പറഞ്ഞത്. 13 കൊല്ലം. അൺബിലീവബിൾ. സോറി കേട്ടോ, നമ്മുടെ നാട്ടില് ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് അത് എത്ര വർഷം നീണ്ടിരുന്നു? ഇല്ല എനിക്കൊന്നും പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. 2-3 അതും ചാരായ നിരോധനമായിരുന്നു. മദ്യം മൊത്തമായിട്ടില്ല, ചാരായ മാത്രം. സാധാരണക്കാരുടെ മദ്യം എന്ന് പറയുന്ന ചാരായ ആണ്. അത് നമുക്ക് കേരളത്തെ പിടിച്ചു കുലുക്കി. അത് ഇറക്കേണ്ടി വന്ന പിന്നെ രാജിവെക്കേണ്ടി വന്നു. അതിലല്ല, ആ കാരണം കൊണ്ടല്ല, പിന്നെ രാജിവെക്കേണ്ടി.
ഓക്കെ, അപ്പൊ ഇതിലേക്ക് അങ്ങനെ 1920 to 33 മദ്യനിരോധനം കൊണ്ടുവന്ന സമയത്ത് ആണ് ഇവരൊക്കെ പൊങ്ങി വന്നത്. കാരണം ജനങ്ങൾക്ക് മദ്യം വേണം, പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പൊ കള്ളവാറ്റ് തുടങ്ങി. ഒരു മെക്സിക്കൻ ആളുണ്ട്, കള്ളവാറ്റിൽ ഭയങ്കര അയർലൻഡ് ആയിരുന്നു, അയാൾ ഉണ്ടാക്കാൻ തുടങ്ങി. അയാൾ വൻതോതിൽ ഇത് ഉണ്ടാക്കി. പക്ഷെ ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിന് കിട്ടുന്നില്ല. അതാണല്ലോ മെയിൻ ഇമ്പോർട്ടൻറ്റ്, ആളുകൾക്ക് എത്തിക്കാന്നുള്ളത്. പോലീസ് പിടിച്ചാൽ കൊണ്ട് ഉള്ളിലിടും, ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കൊളസംഘങ്ങൾ തുടങ്ങി അത് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിലൊരു ലീഡറായിട്ടാണ് ഇയാൾ വന്നത്. അപ്പോൾ ഡിറ്റൂർ നദി ക്രോസ് ചെയ്തിട്ടാണ് മെക്സിക്കോ കൊണ്ടുവരിക. ആ ബോട്ടിൽ സാധനങ്ങൾ കടത്തുന്ന ആളായിട്ടാണ് ഇയാൾ വളർന്നു വരുന്നത്. വലിയ ഫണ്ടൊക്കെ ആയി ഒരു വലിയ പ്രസിദ്ധമായൊരു മസാക്കർ ഉണ്ട്, വാലന്റൈൻ മസാക്കർ എന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നിൽ ഇയാളായിരുന്നു. ഒത്തിരി ആൾക്കാരെ വെടിവെച്ച് കൊന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. 2 കപ്പൽ ബോട്ടുകാർ തമ്മിൽ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഇഷ്യൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊല്ലുകയാണ്. അത് ഇയാൾക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി. ഏകദേശം എനിക്കൊന്ന് 48ാമത്തെ വയസ്സിലാണ്. നല്ല കൊടീശ്വരൻ. ഒരു ദിവസം ഒരു വർഷം 1 മില്യൺ ആണ് ഇയാളെ സമ്പാദ്യം. ആ സമയത്ത് 18, 19, 20 ആ സമയത്ത്. അത്രയും ഫണ്ട് ഇതാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ വന്ന് ഇയാൾ ഉള്ളിലായി. ഒരു ദിവസം പൊക്കി ഇയാൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് 11 വർഷം ശിക്ഷിച്ചു. പക്ഷെ 11 വർഷം അയാൾ നിന്നില്ല. ഒരു 5-8 വർഷം കഴിയുമ്പോഴത്തേക്ക് സിഫിലിസ് എന്ന് പറഞ്ഞ രോഗം വന്നത് തലക്ക്. സിഫിലിസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ ഡൗൺ ആയി. നേരെ അവിടുന്ന് റിലീസ് ചെയ്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ സുഖകരമായ ജീവിതം, ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ടുള്ള ജീവിതം. അത് പെട്ടെന്ന് സ്ട്രോക്ക് 48 വയസ്സിൽ മരിക്കുക ചെയ്തത്. പക്ഷെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇത്രയും കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കി, ഫണ്ട് ഉണ്ടാക്കി ബാങ്കിൽ. അയാളുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വേറൊരു സ്റ്റോറി ഉണ്ട്. അതായത് പിന്നെ ഇയാളൊരു ബാങ്കിലായിരുന്നു ഈ പറഞ്ഞ പോലെ. പിന്നെ ബാങ്കിലിടാൻ പോയിട്ട് ബാങ്ക് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ ബാങ്കിലേക്ക് ഇടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബാങ്കിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു എന്നൊരു ബാങ്ക് പറഞ്ഞൊരു മനുഷ്യൻ. അതായത് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ, ഒരു ബാങ്ക് ഒരു മനുഷ്യനോട് പറയാണ്, ഓക്കെ ഇനി നിങ്ങളുടെ പൈസ ഇതിലേക്ക് ഇടാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നു. ആ രീതിയിലേക്ക് ഉള്ള എന്താ പറയാ പൈസ ഉണ്ടായിരുന്നു. വളരെ സുമുഖനായ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ ഈ പവനായി ക്യാപ്റ്റൻ രാജു കാണും. പവനായിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണം ഈ കൊള്ളക്കാരുടെ ഒക്കെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഉണ്ടായത് ആ സമയത്താണ്. അയാള് ആ ഹാറ്റും സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് വളരെ സ്റ്റൈലായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ എസ്കോബാറിനൊക്കെ ഒരുപാട് കാലം മുമ്പ് ഇത്തരത്തിൽ ആ സമയത്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നൊട്ടോറൈസ് ആയിട്ടുള്ള ഒരാളാണ് ഈ കപ്പാന. ഇതില് പിന്നെ ഈ ഒരുപാട് ആൾക്കാർ ഈ ജയിലിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്, ജയിലിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ ഈ ഗാങ്സ്റ്റേഴ്സിനെ പറയുമ്പോൾ തന്നെ ഇപ്പം ഈ നമ്മളിപ്പോൾ നേരത്തെ ഈ നമ്മുടെ ഈ വീരപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വീരപ്പന് 87-ലോ 83-ലോ എനിക്ക് ഉറപ്പില്ല, അദ്ദേഹത്തിന് ബാംഗ്ലൂർ വെച്ച് ആദ്യം അവസാനമായിട്ട് 2 പ്രാവശ്യമാണ് വീരപ്പ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഈ ആദ്യം പുറത്തിറങ്ങിയത് ഈ 80s-ലായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയത് വാസ് ഹിസ് ലാസ്റ്റ് ടൈം, കൊല്ലപ്പെട്ട സമയത്ത് അവിടെ തന്നെ കൊല്ലപ്പെട്ടത്. സോ ഫസ്റ്റ് ടൈം അദ്ദേഹം പുറത്തിറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ആയുധം നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അദ്ദേഹം പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തിരിച്ചു വരുന്ന സമയത്താണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇയാള് ഈ പിന്നെ എണ്ണ തേച്ച് ഈ ജയിലിന്റെ അഴികൾക്കിടയിലൂടെ ഇറങ്ങി വന്നെന്നുള്ളൊരു സ്റ്റോറി. പക്ഷെ അത് അവരൊക്കെ പൈസ കൊടുത്തിട്ട് പിന്നെ ഇറങ്ങി വന്നതാണ് കേൾക്കുന്നത്. പിന്നെ ഇയാൾ പുറത്തേക്ക് പോയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചാടിപ്പോയ ഇതിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഡിസ്കഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലെ എന്നെ സംബന്ധിച്ചുള്ള ദ മോസ്റ്റ് നൊട്ടോറിയസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയിലെ ദ ട്രൂ ബ്ലൂ ഗാങ്സ്റ്റർ എന്ന് പറയുന്ന ദാവൂദ് എന്ന് പറയുന്ന പോലെ, എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും എന്താ പറയുക ഏറ്റവും പൈശാചികമായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ എന്ന് പറയുന്നത് എൽ ചാപ്പോ ആണ്. ഹുവാക്കിൻ ഗുസ്മാൻ എന്ന് പറഞ്ഞിട്ട്, അതായത് മെക്സിക്കൻ, അതായത് അവിടെയുള്ള സിനലോവ കാർട്ടലിന്റെ ഹെഡ്, അതായത് എസ്കോബാറിന്റെ വാപ്പ വല്യാപ്പ എന്ന് പറയില്ലേ, ആ നിലക്ക് വന്ന ആളാണ്. ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. എൽ ചാപ്പോ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതിന്റെ ജയിലിലാണ്, കോളറാഡോയിലാണ്, US-ലെ കോളറാഡോയിലാണ് ജയിലിരിക്കുന്നത്. പക്ഷെ എൽ ചാപ്പോ എന്ന് പറയുന്നത് അടിച്ചു വരിക എന്ന് പറയില്ലേ, റിയാസ് ഖാൻ പറയില്ല അടിച്ചു കയറി വാടാന്ന് പറയുന്ന പോലെ. അതായത് എസ്കോബാറിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡീൽ ഉണ്ടാക്കി പോവാന്നുള്ളതാണ്, എല്ലാരും കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതാണ് എസ്കോബാർ. എല്ലാരും അവിടെയുള്ള എല്ലാവരും ഇത് എസ്കോബാറിന്റെ, ഇത് എസ്കോബാറിന്റെ, ഇത് എസ്കോബാർ, എല്ലാവരും എസ്കോബാറിന്റെ. ഇവന്റെ അങ്ങനെയല്ല, ഇവൻ അടിച്ചില്ലാണ്ടാക്കി കയറുന്ന ആളാണ്. 35,000-ൽ കൂടുതൽ ആൾക്കാരെ കൊന്നുന്നുണ്ട്. 35,000-ൽ കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. കാരണം ഇവരുടെ മെയിൻ എന്താ പറയാ കാട്ടൽ വാർസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ ഇയാൾ ഇതിന്റെ ഏറ്റവും തലപ്പത്തെത്തുന്നത് തന്നെ ബാക്കിയുള്ള എല്ലാ ഗാങ്സിനെയും തീർത്തിട്ടാണ് അതിന്റെ മുകളിൽ. അപ്പം അങ്ങനെ 35,000-ൽ കൂടുതൽ ആൾക്കാരെ മെക്സിക്കോയിൽ കൊന്ന ഒരു മനുഷ്യനാണ് ഈ ഹുവാക്കി. അതും
ഇങ്ങേരിട്ടെന്ന് പറയുന്നത് ഇയാൾ മെക്സിക്കോയിൽ, കാരണം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ എസ്കോബാറിന്റെ പറഞ്ഞാൽ എസ്കോബാറിന്റെ പ്രൈമറി ഇതിലായിരുന്നു, പ്രൊഡക്ഷൻ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ഈ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേറെ ആളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൽ ചാപ്പോന്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാത്രമല്ല, ഇയാളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഈ ട്രാൻസ്പോർട്ടേഷനും ആര് ചെയ്തിരുന്നു? എൽ ചാപ്പോൺ. അതും മെക്സിക്കാനും കൊളംബിയയിൽ നിന്ന് നേരെ US പോകാൻ പറ്റില്ല. കൊളംബിയയിൽ നിന്ന് എന്താ പറയുക പല വഴിക്ക് പോയി മെക്സിക്കോയിലെത്തി, മെക്സിക്കനും പെറു അവിടെയൊക്കെ പോയി മെക്സിക്കോയിലെത്തി, മെക്സിക്കോന്ന് ഇവിടെ പോകണം, US കയറി പോകണം. ഇയാള് എൽ ചാപ്പോ മെക്സിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റ് US കടത്തിക്കൊണ്ടുവന്ന ഈ ടണൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത് മെക്സിക്കോന്റെ US ബോർഡറിന്റെ ഇടയിൽ കൂടി ടണൽ ഇട്ടിട്ട് ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് പോകാൻ പറ്റുന്ന ടണൽ എടുത്തിട്ട് ബൈക്കിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ എന്താ പോയിട്ടുണ്ട്. അതിലൂടെ ഇയാൾക്ക് US പോകുമ്പോ ഈ ബൈക്ക് എടുത്തിട്ട് പോവുക ടണലിലൂടെ. എന്നിട്ട് ഈ ടണലിന്റെ ഉള്ളിൽ റെയിൽ ഉണ്ടല്ലോ, റെയിൽ ഉണ്ടാക്കിയിട്ട് ട്രെയിൻ അല്ല പക്ഷെ അതേപോലെ അതിൽ പോകാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കി അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന എൽ ചാപ്പോ മൂന്ന് പ്രാവശ്യമാണ് പിടിച്ചത്, പിന്നെ അറസ്റ്റ് ചെയ്ത്. അതിൽ 2 പ്രാവശ്യം രക്ഷപ്പെട്ട്. അതിൽ ഫസ്റ്റ് പ്രാവശ്യം രക്ഷപ്പെടുന്നത് പറയുന്നത്, ഫസ്റ്റോ സെക്കൻഡോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് ഇയാളെ ജയിൽ സെൽ ഉണ്ടല്ലോ, ജയിൽ സെല്ലിൽ നിന്ന് ഇയാൾ തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ഉണ്ടാക്കിയിട്ടാ പോകുന്നു. സെല്ലിന്ന് കുത്തി തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് ഇയാള് ശോശാങ്ക് റിഡംഷൻ പറയുന്ന പോലത്തെ ആ രീതിയിലുള്ളത് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അപ്പം ഒരു ഗാങ്സ്റ്ററിന്റെ ഒരു എന്താ പറയാ ഇതുണ്ടാക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമല്ല, ഇവരുടെ ഒക്കെ എസ്കേപ്പ് ഉണ്ടല്ലോ, ഇവർ എസ്കേപ്പ് ഭയങ്കര ഐക്കോണിക് ഹീറോയിക് എന്ന് പറയുന്നില്ല, ഐക്കോണിക് എസ്കേപ്സ് ആയിരിക്കും. അതേപോലെ ഐക്കോണിക് എസ്കേപ്സ് നടത്തിയ ആൾക്കാരാണ് ഈ പറയുന്ന എൽ ചാപ്പോവും ഇവരൊക്കെ വരുന്നത്. എൽ ചാപ്പോന്റെ ഒക്കെ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ ആളെ അതായത് ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വരെ അയാളുടെ തല മുതൽ എന്താ പറയാ കാലിന്റെ വിരൽ വരെ ഇതെടുത്തിട്ട് എന്താ പറയാ കത്തിയും ഇതും എടുത്തിട്ട് കുത്തി പോയിട്ടുണ്ട്. കാരണം ആ കലിപ്പ് തീരണല്ലോ എന്ന് പറയുന്നതല്ലോ, ഇവരൊക്കെയാണ് ശരിക്കും സൈക്കോക്കില്ല. ഇതെടുത്തിട്ട് അതായത് മരിച്ചതിന് ശേഷം വരെ തല മുതൽ വരെ ഫുൾ കുത്തി കീറിയിട്ടുണ്ട് ആൾക്കാരെ. ആ രീതിയിലാണ് ഇവരുടെ ഒക്കെ വയലൻസ് ഉള്ളത്. എൻ്റെ മുകളിൽ ഒരുവിധം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ എന്താ പറയാ നമ്മൾ 2-3 കാറ്റഗറി ഉണ്ടല്ലോ, ഒന്ന് ഗാങ്സ്റ്റേഴ്സ്, ഒന്ന് ഈ പറയുന്ന എന്താ പറയാ ഡീലേഴ്സ്, വീരപ്പന്, മറ്റേ ഫൂലൻ ദേവി, ഇവരൊക്കെ വയലൻസ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു മനുഷ്യനുമില്ല. അതായത് വാളെടുത്തവൻ വാളാലെ എന്നുള്ള രീതിയിൽ കുറച്ച് കാലത്തേക്ക് ഈ പറയുന്ന ഡെയിലി 300 മുതൽ 400 കോടി ഉണ്ടാക്കിയിട്ടും ഇയാൾക്ക് 44-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യേണ്ട വന്നു? ഒരു വീടിന്റെ മച്ചും പുറത്ത് വെച്ച് ഉണ്ടകൾക്ക് അത് വീരപ്പനായി. കാരണം വീരപ്പൻ ഇത്രയധികം ഒരുപാട് പൈസ ഉള്ള മനുഷ്യനായിരുന്നു വീരപ്പൻ ആ പൈസ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ മര്യാദയ്ക്ക്? എൽ ചാപ്പോക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവർക്ക് ആർക്കും ആ പൈസ കുറച്ച് കാലത്തേക്ക് നിൽക്കാന്നല്ലാതെ ഇവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ പറയുന്ന വേ ഓഫ് ക്രൈം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഹീറോയിസൈസ് ചെയ്യും, ഇതാക്കൊക്കെ ചെയ്യുമെങ്കിലും ഇവർക്കിപ്പം പറയപ്പെടുന്നത് എനിക്കറിയില്ല, ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വന്തം മോളെ കല്യാണത്തിൽ പോയില്ല എന്നാണ്. എനിക്കറിയില്ല അതിപ്പം എന്താ പറയുക അത് സ്റ്റോറി പ്ലാൻ ചെയ്തതാണോ എന്നുള്ളത്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് പറയുന്ന മൊമെന്റ്സ് എന്ന് പറയുന്നത് കുട്ടി ജനിക്കുക, ആ കുട്ടിയുടെ കല്യാണം നടക്കുക, അതിന് പോലും പോകാൻ പറ്റില്ല. പിന്നെ ഈ കോടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? പിന്നെയും ഞാൻ കരുതുന്നത് ഈ ലൂട്ട് ചെയ്യുകയും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും സ്വന്തം ജീവിതം മരണപരം നല്ല രീതിയിൽ അനുഭവിക്കുകയും ചെയ്തൊരു പൊളിറ്റീഷ്യൻസാണ്. ആൾക്കാരുടെ പൈസ കക്കുകയും ചെയ്യും, ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം. എന്നാ പിന്നെ ജീവിതത്തിന്റെ എന്താ പറയുക പിന്നെ മുൻനിരയില് നല്ല കതറോ അല്ലെ കളറോ എന്ത് വേണമായിട്ട് നല്ല ധൈര്യത്തിൽ നിൽക്കുകയും ചെയ്യാം. അതെ, അതിനാണല്ലോ അവർ ഈ പറയുന്ന പിന്നെ ഗാങ്സ്റ്റേഴ്സിനെ വളർത്തുന്നത്, അവരെ പണി ചെയ്യാൻ അവരാണല്ലോ വളർത്തുന്നത്. നമ്മളിപ്പോ ഈ വീരപ്പന്റെ കേസിലാണെങ്കിൽ തന്നെ പിന്നെ ഒരുപാട് ലൈക്ക് ഞാൻ പിന്നെ ഈ നമ്മളെ മുൻ ഫോമർ ചീഫ് മിനിസ്റ്ററിന്റെ പേര്, തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിന്റെ പേര് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇയാളെ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ ഈ കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാർ തന്നെ 108 ദിവസം അയാളെ കൂടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു മനുഷ്യനാണ്.
സംഭവം ആ ഒരു രീതിയിലൊക്കെ ഇവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസും അതേപോലെ ബിസിനസ് മാൻ കാര്യങ്ങൾ ഇവരൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ ഫുലൻ ദേവി പറഞ്ഞാൽ അത് പിന്നെ MLA MP ആ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സങ്കോട്ട് ബെൻ ജഡേജ ഇതേപോലെ വന്നിട്ടുണ്ട്. വാൻ സിംഗ് തോമാർ ആ രീതിയിൽ എല്ലാവരും ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ അവരുടെ ജീവിതം. ഷേക്സ്പിയർ പറയുന്ന പോലെ എവറിത്തിങ് ദാറ്റ് എൻഡ്സ് വെൽ ഈസ് വെൽ എന്നുള്ളതാണ്. ആൻഡ് എവറിത്തിങ് ദാറ്റ് ഡസൻറ്റ് എൻഡ് വെൽ ഇസ് നോട്ട് ഗുഡ്.